ഒപ്പം ഈ ശബ്ദം ഇന്ന് കേൾക്കാൻ കഴിയുന്ന കുറേ ആളുകൾ ചിലപ്പോൾ ഒരുപാട് ദൂരെ കേൾക്കാൻ കഴിയുന്നുണ്ടാവില്ല എങ്കിലും മുറ്റത്ത് കൺവെൻഷൻ എപ്പോഴും അയൽക്കാർക്ക് വേണ്ടിയുള്ള മീറ്റിങ്ങുകളാണ്. അതുകൊണ്ട് ആ ഉദ്ദേശ്യത്തിൻ്റെ സാധ്യത മുൻനിർത്തി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് അഭിവാദനം ചെയ്യുന്നു. നമ്മുടെ മധ്യയിൽ ഇന്ന് വന്നിട്ടുള്ള ദൈവദാസന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട പാസ്റ്റർ അലക്സ് അവറുകൾ നമ്മുടെ സെക്ഷൻ്റെ സെക്രട്ടറി കൺവെൻഷൻ ഈ 3 ദിവസത്തെ മീറ്റിങ്ങുകൾ ഔപചാരികമായിട്ട് പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായല്ലോ. അദ്ദേഹത്തെ ഞാൻ വന്ദനം ചെയ്യുന്നു. പാസ്റ്റർ അലക്സും നല്ലൊരു സുവിശേഷകനാണ്. അദ്ദേഹത്തിനൊരു സുവിശേഷ സംഘമുണ്ട്. അത്തരം മീറ്റിങ്ങുകൾക്കും പോകാൻ എനിക്ക് അവസരമുണ്ടായിട്ടുള്ളതിൽ ഒത്തിരി സന്തോഷം. പാസ്റ്റർ മാത്യു വൈദ്യൻ നമ്മുടെ സീനിയർ പാസ്റ്ററാണ്. പാസ്റ്റർ അലക്സ്, പാസ്റ്റർ ജോൺ, ശുശ്രൂഷയിൽ നമ്മെ സംഗീത ആരാധനയിൽ നയിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റോബിൻ, പാസ്റ്റർ സാബു സാമുവൽ, അങ്ങനെ എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം. ഇന്നിവിടെ വന്നിട്ടുള്ള ദൈവമക്കൾ, പ്രത്യേകിച്ച് ഈ സഭയുടെ അംഗങ്ങൾ ആണല്ലോ പ്രധാനമായിട്ട് ഇന്നിവിടെ ഉള്ളത്. അല്ലാതെയും വന്നവരെ ഞാൻ അഭിവാദനം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസ് അവരുടെയും കുടുംബത്തെയും ഞാൻ വന്ദനം ചെയ്യുന്നു. ഇന്ന് രാവിലെ മുതൽ ഇവിടെ ആയിരിക്കാൻ അവസരമുണ്ടായി. ആരാധനകൾ സംബന്ധിച്ചു. അവരുടെ സ്നേഹ ഉപചാരങ്ങൾ ധാരാളം സ്വീകരിച്ചു. അതിൽ ഞാൻ ആ കുടുംബത്തോട് പ്രത്യേകിച്ച് കടപ്പാടുകളെ അറിയിക്കുന്നു. ഇവിടെയുള്ള നമ്മുടെ ചർച്ചിൻ്റെ ഗസ്റ്റ് റൂം നല്ല വിശാലമായ സൗകര്യങ്ങൾ സഭ വർഷങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട്. വർഷങ്ങളിലൂടെ ദൈവത്തിന് സഭ ചെയ്ത എല്ലാ സേവനങ്ങൾക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പം തന്നെ ഈ സംവിധാനം എത്ര മനോഹരമാണിത്. അത് നമുക്ക് അനുഗ്രഹമാണ്. മറ്റ് ഒട്ടുമിക്ക ഫെസിലിറ്റികളും ഇവിടെ വർഷങ്ങളിലൂടെ സഭ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാം അധ്വാനവും ദൈവദാസന്മാരുടെ ലീഡർഷിപ്പും നിങ്ങളുടെ ഉദാരമായ സംഭാവനകളും ദൈവസ്നേഹവും നിമിത്തം സാധ്യമായതാണിതെല്ലാം. അതിനായി ദൈവത്തെ പ്രധാനദാസൻ പാസ്റ്റർ ജോസ് വന്ന ശേഷവും ചില വർക്കുകളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് അല്ലേ. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പൊതുവെ പറയുന്ന ഇത്തരം സംവിധാനങ്ങൾ ദൈവസഭയ്ക്ക് അനിവാര്യമാണ്. ഈ പട്ടണ മധ്യത്തിൽ നഗരഹൃദയ ഭാഗത്ത് തന്നെ ദൈവം ഈ സഭയെ സംസ്ഥാപിച്ചു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ പിന്നെയും അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ശ്രദ്ധിച്ചത് ഇവിടെ യോഗം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇവിടെ വന്നവർ, ദൈവസഭയിലുള്ളവർ. അതൊരു വലിയ അപൂർവ പ്രതിഭാസമായിട്ട് എനിക്ക് തോന്നുക. സാധാരണ അങ്ങനെ പതിവില്ല. അപ്പോൾ നിങ്ങൾക്ക് ദൈവം തന്നെ നിയോഗത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കൺവെൻഷന് ആരെങ്കിലും വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. രഹസ്യമായി പ്രാർത്ഥിക്കുമായിരിക്കും, പക്ഷേ ഇങ്ങനെ മീറ്റിങ്ങിന് വന്നിട്ട് സഭ പ്രാർത്ഥിക്കുന്ന സംഗതി നല്ല അനുഗ്രഹമാണ് പ്രിയരെ. അതെന്തെങ്കിലും അനുഗ്രഹമാകും. ഇന്നല്ലെങ്കിലും സംഡേ അത് അനുഗ്രഹമായിട്ട് മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് നമുക്കെല്ലാവർക്കും ശീലിക്കുകയും ചെയ്യാം. ഓൾറൈറ്റ്. പാസ്റ്റർ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ആ മുറിയിൽ ഒത്തിരി സംവിധാനം ചെയ്യാനെന്ന് ഒരുപാട് കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ട് പൗഡർ ഇട്ടു. കാരണം പാസ്റ്റർ ഒരു പൗഡർ ടിൻ വെച്ചു, കളയാൻ പാടില്ല. മറന്നുപോയി, പെർഫ്യൂം അടിക്കാൻ മറന്നുപോയി. ഓൾറൈറ്റ്. അങ്ങനെ പല നല്ല കാര്യങ്ങളില്ല. എനിക്ക് മോനെ ജോഷുവ, എനിക്ക് ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നുകൊണ്ടായിരിക്കും ശബ്ദത്തിൻ്റെ ഒരു പ്രശ്നം അല്ലേ മോനെ? ഒന്നൊന്നും അല്ലെ അതങ്ങോട്ട് നീക്കി വെച്ചോ. ഞാൻ ഇങ്ങനെ സ്റ്റെപ്പുകൾ എനിക്ക് അപകടമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയത്. അല്ലെ നമ്മൾ അത് മാനിച്ച് നിൽക്കേണ്ടി വരും. അത് ബുദ്ധിമുട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മുറ്റത്ത് കൺവെൻഷൻ എന്ന പേരിലാണല്ലോ ഈ മീറ്റിംഗ് സമാരംഭിച്ചിരിക്കുന്നത്. പാസ്റ്റർ ജോസ് കുടുംബമൊക്കെ വൻമഴിയിലുള്ള സമയത്ത് മുറ്റത്ത് ഒരുപാട് യോഗം നടത്തില്ലേ. മുറ്റത്ത് എല്ലാ മുറ്റത്തും യോഗം നടത്തിയെന്നായിരിക്കും. ഞാനും പോയായിരുന്നു ഒരു മുറ്റത്ത് യോഗത്തിന്. ദിസ് ഈസ് ഗുഡ്. എനിക്ക് ചിലപ്പോൾ തോന്നും ഭയങ്കര സംവിധാനങ്ങളും സന്നാഹങ്ങളും ഒരുപാട് പണം മുടക്കും ബത്തപ്പാടും തത്രപ്പാടും ഒന്നും ഇല്ലാതെയുള്ള സുവിശേഷം പറയാൻ വേണ്ടിയുള്ള ശരാശരി ക്രമീകരണം, അതാണ് ഏറ്റവും ആവശ്യം ഇക്കാലത്ത്. സ്ഥിരം പ്രസംഗവേദികൾ ഒത്തിരി പ്രയോജനം ചെയ്യുന്നില്ല.
നമ്മുടെ പറന്നലിലൊക്കെ നമുക്ക് ദൈവമക്കൾക്ക് ഒരുമിച്ച് കൂടി വരാനുള്ള ഒരു സംവിധാനം എന്നേ വിചാരിക്കാവൂ. അല്ലാതെ എന്നും ഒരു സ്ഥലത്ത് പ്രസംഗിച്ചിട്ട് വലിയ കാര്യം ഇല്ല. ചില സഭകളുടെ നോട്ടീസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഏതാ 34ാമത് മഹായോഗം. തെറ്റില്ല, ഫെലോഷിപ്പ് നല്ലതാണ്. പക്ഷേ സ്ഥിരം വേദിയിലെ സ്ഥിരം കേൾവിക്കാരെ കൊണ്ട് കാര്യമായിട്ടൊന്നും സാധിക്കാതിരിക്കുമ്പോൾ ഇമാതിരി യോഗങ്ങൾ ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുക. പാസ്റ്ററുടെ കുടുംബത്തിൻ്റെയും വകയായിട്ട് അവരുടെ ഇനിഷ്യേറ്റീവിൽ, അവരുടെ ധനവ്യയത്തിൽ, ദൈവത്തിൻ്റെ സഭയുടെ വളരെ സജീവ സപ്പോർട്ടിൽ ഈ മീറ്റിംഗ് ആരംഭിച്ചുവെങ്കിൽ എൻ്റെ പ്രതീക്ഷ നമ്മുടെ അനേക മിറ്റങ്ങളിൽ ഈ മീറ്റിംഗ് തുടരണം. കരമൂർത്തി സമർപ്പിച്ചോട്ടെ എല്ലാവരും. ആമേൻ. ഒരുപാട് മിറ്റം കർത്താവ് തന്ന എല്ലായിടത്തും യോഗം നടക്കണം. അപ്പം എൻ്റെ മുറ്റത്ത് പറ്റിയാണ് ജോസ് പാസ്റ്ററെ. എൻ്റെ വീടിൻ്റെ മുറ്റം ഒരുമാതിരി ചെരിഞ്ഞ് കിടക്കുകയാണ്. ഒരു 10 കസേരക്കുള്ള അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആയിപ്പോയി. എന്നാൽ കർത്താവ് സാമാന്യ സൗകര്യം തന്ന ഈ മുറ്റത്ത് കണ്ട ചെടിയും വെച്ച് പട്ടയം വളർത്തി കളയാതെ ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങുകൾക്ക് അത് വേദിയാകണം. ഞാനതിനെ വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ്. ദൈവം തന്ന സംവിധാനം എല്ലാം കർത്താവിന് മഹത്വത്തിനായി വിനിയോഗിക്കണം. കർത്താവ് ദൈവത്തിൻ്റെ ജനത്തെ പലയിടത്തായിട്ട് ആക്കി വച്ചിരിക്കുന്ന, പ്ലേസ് ചെയ്തിരിക്കുന്ന ഇടങ്ങളിൽ ആ പരിസരം സുവിശേഷം കേൾക്കണം. നമ്മളിപ്പോൾ ആരാധനയ്ക്ക് വരുന്നു, മഹായോഗം നടത്തുന്നു എന്നതിനേക്കാൾ എത്ര ഫലകരമാണ് ദൈവത്തിൻ്റെ മക്കളെ കർത്താവ്. അതുകൊണ്ടാണ് ദൈവമക്കൾ കോളനിയായി സ്വർഗത്തിലേ ഉള്ള പദ്ധതി. ഇവിടെ ആ പദ്ധതി ദൈവത്തിനില്ല. കുറേ പേർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്. 10 ബന്ധക്കോസുകാരെല്ലാം കൂടെ ഒരു നഗർ ക്രമീകരിച്ച് നത്തിങ്. അത് ദൈവത്തിൻ്റെ പദ്ധതി അല്ലെന്ന് ഞാൻ ഉറക്കെ പറയും. ദൈവത്തിൻ്റെ പദ്ധതി അന്ധകാര മൂലയിൽ ആക്കപ്പെട്ട ആത്മീയ ഭവനം ദീപസ്തംഭമായി മാറാനാണ്. ആമേൻ. ആ പരിസരം വചനം കേൾക്കാനാണ്. അപ്പം അതിനു വേണ്ടിയുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കണം. നമ്മൾ ഞായറാഴ്ച സഹോദരിമാരും പുസ്തകവും നെഞ്ചോട് അമർത്തി പോരുന്ന കാഴ്ച ആൾക്കാർ കണ്ടിട്ട് അത് പരിഹസിച്ചാലും വേണ്ടില്ല, എന്തിനാ പോകുന്നതെന്ന് നാട്ടിൽ വിളിച്ചു പറയാനുള്ള സംവിധാനമാണ് ഇമാതിരി കൺവെൻഷനുകൾ. അപ്പോൾ ഞാൻ ഈ സംവിധാനത്തെ 100% ആത്മാവിൽ ഏറ്റെടുത്ത് നിറഞ്ഞ മനസ്സോടെ പ്രോത്സാഹിപ്പിച്ച് ഈ സമാരംഭം ഒരു വലിയ തുടർച്ചയ്ക്ക് ഹേതുവാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓൾറൈറ്റ്. ജോഷുവ വളരെ ബിസിയാണ്. പുള്ളി എനിക്കത് പാസ്റ്റർ കൂടെ നിൽക്കുന്നതുകൊണ്ട് പാസ്റ്റർക്ക് ഇരട്ടി ബലമാണ് ജോഷുവ ഉള്ളത്. സോ ദാറ്റ് ഈസ് വെരി ഗുഡ്. നമുക്കൊരു വേദഭാഗം വായിക്കാം. നമ്മൾ പ്രധാനമായിട്ട് പരിസരത്തോട് സംസാരിക്കാനല്ലേ ഞാനും നിയോഗമെന്ന് പ്രാപിച്ചിരിക്കുന്നത്. എഫേസർ 1-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിച്ച് കേൾക്കാം. എഫേസർ 1:13-14 വായിച്ചിട്ട്. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ച് 1:13-14 വായിക്കും. അല്ല ആ വാക്യം വായിച്ചാ. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാക്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. എനിക്കിന്ന് സമയം ഉണ്ടെങ്കിൽ അത്രയും പറ്റിയല്ല. ഇന്ന് നമ്മൾ ഒരു സമയത്ത് നിർത്തണമല്ലോ. സംസാരിക്കാൻ നിയോഗമുള്ളത് 4 പ്രധാന പദങ്ങളാണ് ന്യൂ ടെസ്റ്റമെന്റിലെ. 1 സത്യവചനം, 2 സത്യദൈവം, 3 സത്യ നമസ്കാരം, 4 സത്യകൂടാരം. ഈ 4 പാസ്റ്റർ ജയരാജ് ഉണ്ടല്ലേ, താങ്ക് യു. ഈ 4 വിഷയങ്ങളാണ് എനിക്ക് അകത്ത് ദ്യോതനം സമയബന്ധിതമായി സംസാരിക്കാൻ. 1-2 കാര്യങ്ങളെങ്കിലും ഞാൻ പറഞ്ഞ് സമയത്ത് നമുക്ക് അവസാനിപ്പിക്കാം ഇന്ന് രാത്രി സന്ദേശം. എഫേസ് ലേഖനത്തെക്കുറിച്ച് ഒരു മുഖവര പറയേണ്ട അനിവാര്യത ഇന്ന് രാത്രി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തിരുവഴുത്തിലെ പ്രത്യേകിച്ച് പൗലോസിൻ്റെ എഴുത്തുകളിൽ, ലേഖനങ്ങളിലെ 4 കാറ്റഗറി, 4 വിഭജനങ്ങളിൽ
ഒരു പ്രധാന വിഭജനത്തിൽപ്പെട്ട ലേഖനമാണ് എഫേസ്യ ലേഖനം. പൗലോസിൻ്റെ എഴുത്തുകളെ രക്ഷാശാസ്ത്ര സംബന്ധിയായ ലേഖനങ്ങൾ, സഭാശാസ്ത്രം പറയുന്നത്, അന്ത്യകാല വിജ്ഞാനീയ പരാമർശം ഉള്ളത്, ഇങ്ങനെ ക്രിസ്തുശാസ്ത്രം, ഇങ്ങനെ 4 വിഭാഗങ്ങളായി ഡിവിഷൻസ് ആയിട്ട് തരംതിരിച്ച് പഠിക്കാൻ കഴിയും, പഠിക്കണം. അതിൽ ഒന്നാമത്തത് റോമ ഗലാത്യ ലേഖനങ്ങളാണ്. രക്ഷാശാസ്ത്ര സൊട്ടീരിയോളജിയാണ് പരാമർശം. സഭയെക്കുറിച്ച് പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ 1, 2 തിമോത്തിയോസ്, തീത്തോസ് എന്നീ ലേഖനങ്ങളാണ്. എക്ലിഷ്യോളജിക്കൽ എന്ന് പറയും. മൂന്നാമത്തെ കാറ്റഗറി അന്ത്യകാല ശാസ്ത്രമാണ്. എല്ലാവർക്കും എളുപ്പം ഓർക്കാൻ കഴിയുന്ന 1, 2 തെസലോനിക്കരാണ്. എസ്കറ്റോളജിക്കൽ ഇംപ്ലിക്കേഷൻസ്. നാലാമത്തെ പ്രധാന വിഭാഗമാണ് ക്രിസ്റ്റോളജിക്കൽ, ക്രിസ്തുശാസ്ത്ര വിജ്ഞാനീയ പ്രയോഗം. അതിനകത്ത് പ്രധാനമായും 4 ലേഖനങ്ങളാണ്. പരമപ്രധാനമായി 3 ലേഖനങ്ങളാണ്. എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ എന്നീ ലേഖനങ്ങൾ. ഫിലേമോന കാറ്റഗറിയിൽ വരുമെങ്കിൽ ഫിലേമോന് വ്യത്യസ്തമായ ഒരു ചിന്താധാരയാണ് ഒരു ഗ്രൂപ്പിങ്ങിനകത്ത് ക്യാപ്റ്റിവിറ്റി എപ്പിസോഡ്സ് എന്നതിനകത്ത് പെടുത്തിയിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ക്രിസ്തുശാസ്ത്രം ശക്തമായി പറയുന്ന 3 വേദപുസ്തക ലേഖനങ്ങൾ, എഴുത്തുകളിൽ പ്രധാനമാണ് എഫേസ്യർക്ക് പൗലോസ് എഴുതിയ ലേഖനം. ഫിലിപ്പിയർ 2-ാം അധ്യായമാണ് പ്രധാനപ്പെട്ട മറ്റൊരു അധ്യായം. 4-ാം വാക്യം മുതൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ പ്രസംഗിക്കാനല്ല അത് പറയുന്നത്. ക്രിസ്തുവിൻ്റെ പൂർവാസ്തിക്യം, സഹാസ്തിക്യം, സ്വയാസ്തിക്യം, നിത്യാസ്തിക്യം എന്നീ 4 കാര്യങ്ങൾ വിശദീകരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പാസേജ് എഫേസ്യർ 2:5 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ. അപ്പോൾ ഇതിനകത്തെല്ലാം ക്രിസ്തു ഉദാത്തവൽക്കരിക്കപ്പെടുക, ക്രിസ്തു ഉയർത്തപ്പെടുകയാണ്, സംശയമില്ല. ഈ വേദഭാഗത്ത് പൗലോസ് എഴുതി വരുമ്പോൾ 1-ാം അധ്യായം, എഫേസ്യർ 1-ാം അധ്യായം പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ വായിച്ച വചനം ഓർമ്മയിൽ കൊണ്ടുവരണം. സുവിശേഷം എന്ന സത്യവചനം, അതാണ് നമ്മുടെ പ്രധാന നമ്പർ 1. സുവിശേഷം ഇന്ന് രാത്രി സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, സ്നേഹമുള്ള അയൽവാസികളെ, സത്യവചനമാണ്. കരമുത്തി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ ഫുൾ ഗ്യാരണ്ടി ഉള്ളത് കൊണ്ടാണ് ഞങ്ങളിത് മെനക്കെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എന്നെ കിട്ടുന്നില്ല. കുറെ കൊല്ലമായി തരം കിട്ടുന്ന എല്ലായിടത്തും കുറേശ്ശെ വചനം പറഞ്ഞ ഉത്സാഹി ഇന്ന് രാത്രി ഇവിടെ വന്നും പറയുന്നത് ഉറപ്പുള്ള ഒരു കാര്യമായതുകൊണ്ടാണ്. ഉറപ്പില്ലാത്ത വല്ലവരും പറഞ്ഞ് രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ, മതത്തിൻ്റെ വക്താക്കൾ പറയുന്ന പോലെ, സാമുദായിക ആചാര്യന്മാർ പറയുന്ന പോലെ എന്തെങ്കിലും ആവിഷ്കരിച്ച ചർവണമായി അതരജൽപ്പനമായി ആവർത്തന വൈരസ്യമായി പറഞ്ഞു പിടിപ്പിക്കാൻ നേരമില്ല ഞങ്ങൾക്ക്, മനസ്സില്ല ഞങ്ങൾക്ക്. പകരം അത്ഭുതങ്ങൾ ചെയ്തു തെളിയിക്കപ്പെട്ട സംഗതി പുസ്തകത്തിൻ്റെ ഭാഗമായി മാത്രം അമരുന്നതല്ല, അകത്തു വ്യാപരിച്ച് ജീവിതത്തിൽ, കുടുംബത്തിൽ അത്ഭുതം ചെയ്യാൻ കരുത്തുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട വചനമാണ് ഈ രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നത്. അതാണ് സത്യവചനം. ആമേൻ. 2025 തീരാൻ നേരത്തെ ഈ സമയത്തും ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, ഉച്ചൈസ്തരം വിളിച്ചു പറയുന്നു, അനുഭവങ്ങൾ ചാലിച്ചു പറയുന്നു, സത്യമെന്ന് ബോധ്യപ്പെട്ട് പറയുന്നു. സുവിശേഷം സാക്ഷാൽ സത്യവചനമാണ് ഇന്ന് രാത്രി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അന്നത്തെ കോണ്ടെക്സ്റ്റ് ഞാൻ വിശദമാക്കുന്നില്ല, എങ്കിലും അറിയണം നിങ്ങൾ. അന്ന് സഭകളിൽ നൂണ് കിടക്കുന്ന കുറെ ദുരുപദേശകരുണ്ടായിരുന്നു. ചില ഫിലോസോഫിക്കൽ സ്കൂൾസ് എന്ന് പറഞ്ഞാൽ ചില താത്വിക ദാർശനികതകൾ അന്ന് സഭയ്ക്കകത്തേക്ക് കടത്താൻ കുറേ ആൾക്കാർ ശ്രമിച്ചിരുന്നു. സോക്രട്ടീസിൻ്റെയോ പ്ലേറ്റോയുടെയോ അരിസ്റ്റോട്ടലിൻ്റെയോ യവനായ തത്വസംഹിതയുടെ പുതിയ വക്താക്കൾ, പുതിയ ആവിഷ്കർത്താക്കൾ, പുതിയ വ്യാഖ്യാതാക്കൾ അന്നത്തെ കാലത്ത് പുതിയ ചിന്താധാരകൾ സഭയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. നിങ്ങൾ കൊലോസ് ലേഖനമൊക്കെ വായിക്കുമ്പോൾ പൗലോസ് ശക്തമായി ഇതിനെ ശാസിക്കുന്നുണ്ട്. യഹൂദ മതപ്രമാണങ്ങളെ ശാസിക്കുന്നു, ഈ യവനായ പാരമ്പര്യങ്ങളെയും ശാസിച്ചിട്ട് അദ്ദേഹം പല കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. 4 പ്രധാനപ്പെട്ട താത്വിക സ്കൂൾസ് അന്ന് ചിന്താധാരയുണ്ടായത്. 1 എപ്പിക്കൂരിയൻസ് എന്ന് പറയും, 2 സ്റ്റോയിക്സ്, 3 നോസ്റ്റിക്സ്, 4 മിസ്റ്റിക്സ്. ഈ 4 സംഗതികൾ അന്ന് സഭയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ചില തത്വശാസ്ത്ര ചിന്താഗതിയായിരുന്നു. നിങ്ങൾ പ്രവൃത്തി പുസ്തകം 17-ാം അധ്യായം വായിക്കുമ്പോൾ മറിച്ച് നോക്കണമെന്നില്ല.
അവിടെ 2 പേരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പറയാമോ ആർക്കെങ്കിലും വേദപുസ്തകം വായിച്ചവർക്ക്? പ്രവൃത്തിമാര് പൗലോശ്ലീഹായുടെ ഒരു തകർപ്പൻ പ്രസംഗം, ക്ലാസിക്കൽ സെർമൺ എന്ന് വിളിക്കുന്ന വിശോത്തരമായ പ്രഭാഷണം നിങ്ങൾ വായിക്കും. പ്രവൃത്തി 17 അരബയോഗ കുന്നിന്മേൽ നിന്നുകൊണ്ട്, ആ ചരിത്രപ്രസിദ്ധമായ പ്രസംഗവേദിയിൽ നിന്നുകൊണ്ട് തകർത്ത് ദൂത് പറഞ്ഞപ്പോൾ എല്ലാവരും നിഷ്പ്രഭരായി, മിണ്ടാൻ മേലാത്ത പരുവത്തിൽ വചനം കേട്ട് മടങ്ങുന്ന ആ കാലഘട്ടത്തിൽ പറയുന്ന 2 ഗ്രൂപ്പുണ്ട്. ഒന്ന് എപ്പിക്കൂര്യരും സ്തോയിക്കരുമായ. വായിച്ചിട്ടുണ്ടോ? ആ 2 സംഗതി പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അന്നത്തെ പ്രധാനപ്പെട്ട വെല്ലുവിളി ഉയർത്തുന്ന 2 തത്വശാസ്ത്ര സമിതികളാണ് എപ്പിക്കൂരിയൻസ് ആൻഡ് സ്റ്റോയിക്സ്. ഞാനത് കുറച്ച് പറയാൻ പറ്റും എനിക്ക്, പക്ഷേ അത് പറഞ്ഞതിൻ്റെ കാര്യം ഇവിടെ ഇല്ല, ഒത്തിരി പ്രസക്തമല്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് മാറുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദുരുപദേശങ്ങൾ ദൈവസഭയിൽ നൂണുകടന്ന് വിശ്വാസികളെ ആശങ്കപ്പെടുത്തി അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് അസത്യവാദികൾ, ജാടകൾ, വ്യാജങ്ങൾ, പൊയ്മുഖങ്ങൾ, വേഷം കെട്ടുകൾ സഭയ്ക്കകത്ത് കയറി വരുന്ന കണ്ടിട്ട് പൗലോസ് ആത്മാവിൽ പറയുകയാണ്, അതെല്ലാം ഡ്യൂപ്ലിക്കേഷനാണ്, അതെല്ലാം ജാടയാണ്, അതെല്ലാം കാലോചിതമാണ്. പക്ഷേ ഞാൻ വിശ്വസിച്ച് വില കൊടുത്ത് ഇന്ന് വരെ കൊണ്ടുവന്ന ഉയർത്തിപ്പറയുന്ന ഈ സുവിശേഷം സത്യവചനമാണ്. കരമൂർത്തി എല്ലാവരും ഉറക്കെ ദൈവത്തെ സ്തുതിക്കട്ടെ. സത്യവചനം, സത്യവചനം, ഇത് സത്യവചനമാണ്. പാസ്റ്റർമാരെ, ദൈവജനമേ, ചെറുപ്പക്കാരെ, എൻ്റെ പഴയ വിദ്യാർത്ഥികളെ, ധൈര്യമായി വിളിച്ചു പറഞ്ഞോ ഈ വചനം, തകർത്തു പറഞ്ഞോ ഈ വചനം. ഇതിന് ഉറപ്പുണ്ട്, ഇതിന് ഗ്യാരണ്ടി ഉണ്ട്, ഇത് തെളിയിക്കപ്പെട്ടതാണ്, ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയാത്ത സത്യവചനമാണ് യേശുവിന്റെ സുവിശേഷം. ആമേൻ. അതുകൊണ്ടാണ് അഭിമാനത്തോടെ, അധികാരത്തോടെ ഈ വചനം നമ്മൾ എവിടെയും വിളിച്ചു പറയുന്നത്, രാത്രിയും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ഇത് സത്യവചനമാണ്. ക്രിസ്തുവിന്റെ വചനം സത്യവചനമാണ്. ഇന്നത്തെ പലതുമായിട്ട് കമ്പയർ ചെയ്യാൻ ചിലപ്പോൾ എനിക്ക് പറ്റിയേക്കും, അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ എനിക്ക് സുവിശേഷത്തെക്കുറിച്ച്, സുവിശേഷം എന്ന സത്യവചനം, ഗാസ്പൽ, ഗാഡ്സ്പെൽ എന്ന ആംഗ്ലോ സാക്സൺ വാക്കിൽ നിന്ന് വന്നിട്ടുള്ള ഇംഗ്ലീഷ് പ്രയോഗമായ ഗാസ്പൽ, ഇവാങ്കലിയോൻ എന്ന ഒറിജിനൽ ഗ്രീക്കിൽ നിന്ന് വന്നിട്ടുള്ള ഗുഡ് ന്യൂസ് എന്ന ഇംഗ്ലീഷ് വാക്ക്, സുവാർത്ത എന്ന പ്രയോഗം, സദ്വർത്തമാനം എന്ന മലയാളം, ഇതെല്ലാം വിവക്ഷിക്കുന്ന ഒരേ സംഗതിയാണ്. ഈ തലമുറയിലും ഇന്ന് പഴവങ്ങാടിയിലും കേൾക്കാൻ കൊള്ളാവുന്ന ഏറ്റവും മികച്ച വാർത്ത യേശുവിന്റെ സുവിശേഷമാണ്. ആമേൻ, ആമേൻ. ഇടയ്ക്കിടയ്ക്ക് പലതും മാറി മാറി ആൾക്കാർ പറയും, അതിനെയൊക്കെ അവഗണിക്കുന്നില്ല ഞാൻ. പക്ഷെ ഞാൻ വർഷങ്ങളിലെ അനുഭവങ്ങൾ കൊണ്ട് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ സുവിശേഷം ഇന്നും ഒളിമങ്ങാതെ, ഔട്ട്ഡേറ്റഡ് ആകാതെ, ചോദ്യം ചെയ്യാൻ കഴിയാതെ ത്രസിക്കുന്ന, തുടിക്കുന്ന, ചലിക്കുന്ന ശക്തിമത്തായ ജനപദങ്ങളെ, ജനതതികളെ അത്ഭുത രൂപാന്തരം വരുത്തി ഈ രാത്രിയും ലോകത്തെമ്പാടും ഘോഷിക്കപ്പെടുന്ന കരുത്ത് തെളിയിക്കപ്പെട്ട രൂപാന്തര ശക്തിയുള്ള വചനമാണ് യേശുവിന്റെ സുവിശേഷം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ 3-4 കാര്യങ്ങൾ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. ഒന്ന്, സുവിശേഷം അഭിമാനകരമാണ്. 2, സുവിശേഷം അനുഭവവേദ്യമാണ്. 3, സുവിശേഷം അനുരഞ്ജനമില്ലാത്തതാണ്. അർത്ഥം മനസ്സിലായല്ലോ? നോ കോംപ്രമൈസ്. വെള്ളം ചേർത്ത് വിൽക്കാൻ മേലാത്ത ഒരു സംഗതിയാ യേശുവിന്റെ സുവിശേഷം. സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടിട്ടും ഇന്ന് രാത്രിയും അനുരഞ്ജനത്തിന് പറ്റാത്ത സംഗതിയാണ് യേശുവിന്റെ സുവിശേഷം. മാറ്റി പറയാനോ പുതുക്കി പറയാനോ പരിഷ്കരിച്ചു പറയാനോ അനുവാദം ഇല്ലാത്ത വചനമാണ് യേശുവിന്റെ വചനം. അതുകൊണ്ട് അവസാന പുസ്തകത്തിൽ കരുത്തോടെ പറയുന്ന ഈ പുസ്തകത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റുന്നവനെ ഞാൻ കൈകാര്യം ചെയ്യും. ആമേൻ. കൂട്ടുന്നവനെ ഇല്ലാതാക്കും. ദൈവത്തിന്റെ ഖണ്ഡിതമായ കൽപ്പന ഇന്ന് രാത്രി പറയുക. ക്രൈസ്തവർ ശ്രദ്ധിക്കുക. തിരുവെടുത്ത് കയ്യിൽ കിട്ടിയവരെ, ഭവനത്തിൽ പലയിടത്ത് വർഷങ്ങളായി വയ്ക്കുന്നവരെ, ഒരു മാന്ത്രിക ചെപ്പേട് പോലെ തലണക്കെടിൽ മാരകായത്തിന് പകരം വെച്ച് ഭൂതങ്ങളെ, പ്രേതങ്ങളെ, പിശാചുകളെ അകറ്റി മാറ്റാൻ കഴിയുമെന്ന് ചുമ്മാ അനുമാനിക്കുക.
അധ്വാനിക്കുന്നവരെ, ആചാര്യന്മാർ വീട്ടിൽ വരുമ്പോൾ കർമ്മം ചെയ്യാൻ വേണ്ടി മാറാലെ തപ്പിക്കുടഞ്ഞു കൊണ്ടുവരുന്ന ഒരു പഴയ കിതാബാക്കി ഇതിനെ മാറ്റിയവരെ, ഈ രാത്രി ഞങ്ങൾ ആത്മാവിൽ പറയുന്നു, ഇതൊരു പഴയ ചരക്കല്ല, ഒരു പുരാ വസ്തുവല്ല, പേടി മാറ്റുന്ന ഒരു മാന്ത്രിക ഗ്രന്ഥമല്ല. ഈ പുസ്തകത്തിനകത്ത് നിങ്ങൾക്ക് വേണ്ടിയുള്ള സന്ദേശമുണ്ട്. അനുസരിക്കാൻ, അനുഗമിക്കാൻ, ആത്മാവിൽ ഏറ്റെടുക്കാൻ, നെഞ്ചോട് ചേർത്ത് വെക്കാൻ, അകത്തും പുറത്തും അഭിമാന വിജൃംഭിതരായി കുടുംബത്തിൽ ഉരുവിടാൻ, കൊച്ചുങ്ങളെ പഠിപ്പിക്കാൻ, തലമുറയ്ക്ക് കൈമാറാൻ വേണ്ടിയുള്ള കരുത്തുള്ള വചനമാണ് ഇത് എന്ന് എല്ലാവരും കരങ്ങളെ അടിച്ച് ഈ രാത്രി എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. കരമടിച്ച് എല്ലാവരും ഇന്ന് രാത്രി ശക്തമായി ദൈവത്തെ ആരാധിക്കട്ടെ, ശക്തമായി ആരാധിക്കട്ടെ. ഈ വചനം ശക്തിയുള്ളതാ, ബലമുള്ളതാ, തേജസ്സുള്ളതാണ്. ഈ വചനം ഇന്ന് രാത്രി കരുത്തുള്ള വചനമാണ്. അത് സഭകൾ കേൾക്കട്ടെ, ജനങ്ങൾ കേൾക്കട്ടെ, കുടുംബങ്ങൾ കേൾക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ആമേൻ. 2 വചനങ്ങൾ വായിക്കണം പെട്ടെന്ന് പ്ലീസ്. റോമർ 1:16 നോക്കൂ. റോമർ 1:16. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന യവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. 2 കൊരിന്ത്യർ 4:14 വായിച്ചോട്ടെ. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഗനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. 2 കൊരിന്ത്യർ 4:14 ആണോ വായിച്ചത്? കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോട് കൂടെ ഉയർപ്പിച്ചു, നിങ്ങളോട് കൂടെ തിരുസലിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. കൃപ പലരിലും പെരുകി. ആ വാക്യം ചിലപ്പോൾ ഞാൻ നോട്ട് ചെയ്തതിനകത്ത് തെറ്റ് വന്ന് കാണും. അവിടെ പറയുന്ന വചനം എൻ്റെ ഇതിനോട് ബന്ധപ്പെടുത്തി പറയാൻ നിയോഗമുള്ള വചനം അന്ധകാരം മാറ്റുന്ന സുവിശേഷം എന്നതാണ്. അന്ധകാരം മാറ്റുന്നത് ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം. എവിടെയാ വാക്യം? 4:4. 4:4. That's right. That's very good. ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം, അത്രയും മതി എനിക്ക്. അപ്പൊ ഈ സുവിശേഷം തേജസ്സുള്ളതാണ്. ഈ സുവിശേഷം പ്രിയപ്പെട്ടവരെ അനുഭവിക്കുമ്പോൾ ലജ്ജയില്ലാതെ പറയാനാവുന്ന സുവിശേഷമാണ്. പൗലോസ്ലീഹ പറയുന്ന ഈ 2 വചനങ്ങളുടെ പൊതുവായ സന്ദേശം നമ്മോട് പറയുന്നത്, ഇന്ന് രാത്രിയും പഴവങ്ങാടിയിലും ഉയർത്തി പറയാൻ, അഭിമാനത്തോടെ പറയാൻ കരുത്തുള്ള വചനമാണ് യേശുവിൻ്റെ സുവിശേഷം. ഞാൻ ഹിസ്റ്ററി ആണ് എൻ്റെ മേജർ. വാസ്തവത്തിൽ എൻ്റെ പഠനത്തിൻ്റെ എല്ലാം ഐച്ഛികം ഇവിടുത്തെ വേൾഡ് ഹിസ്റ്ററിയും പിന്നെ സഭാചരിത്രവുമാണ്. അവിടേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയല്ല, പക്ഷെ എനിക്ക് പറയണം, ഈ പുസ്തകം വേണ്ട പോലെ അങ്ങോട്ട് ഏറ്റെടുക്കാത്തവരും ചരിത്രം പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇവിടുത്തെ ടെക്സ്റ്റ് ബുക്കുകൾ, ഇവിടെ എല്ലാവരും ഞാൻ പഠിച്ച പോലെ കേരള യൂണിവേഴ്സിറ്റിയുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ശ്രീധരമേനോൻ എഴുതിയ ഹിസ്റ്ററി ഓഫ് കേരള എന്ന ചരിത്ര പുസ്തകവും R.C. മജുംദാർ എന്ന ഇന്ത്യയിലെ നമ്പർ 1 ഹിസ്റ്റോറിയൻ വടക്കേന്ത്യയിലെ യൂണിവേഴ്സിറ്റീസിന് വേണ്ടി എഴുതിയ എ സർവേ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന പുസ്തകമൊക്കെ ശരാശരി കോളേജ് യൂണിവേഴ്സിറ്റി പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് ബുക്കുകൾ മാത്രം വായിച്ചാൽ ആ പുസ്തകങ്ങൾ നമ്മോട് പറയും, യേശുവിൻ്റെ സുവിശേഷം ഇന്ത്യക്ക് ഒരു ദോഷവും ചെയ്തിട്ടില്ല, നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇവിടെ കുറെ മൗലികവാദ തീവ്രവാദികൾ കാളകൂടം ചീറ്റുന്ന ഏർപ്പാട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ടെങ്കിലും ഈ രാത്രി താഴ്മയോട് ചരിത്രത്തിൻ്റെ ഏടുകൾ ചുമ്മാ മറിച്ചാൽ മതി. സ്നേഹമുള്ള സുഹൃത്തെ, മറിച്ചാൽ ശരാശരി വായന നിങ്ങളോട് പറയും, സുവിശേഷവും സുവിശേഷകന്മാരും ഇന്ത്യയിൽ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരു ദോഷവും ചെയ്തിട്ടില്ല. ബ്രിട്ടീഷുകാർ ഭരിച്ച കാലത്തെ ചൊല്ലി ബ്രിട്ടീഷുകാരോട് എനിക്കും ഇഷ്ടമില്ല. ഞാൻ ഇന്ത്യൻ പൗരനായതുകൊണ്ട്
ഇവിടുത്തെ കോഹിന്നൂർ രത്നമടക്കം അടിച്ചുകൊണ്ട് പോയ കക്ഷികളോട് എനിക്ക് കോംപ്രമൈസ് ഇല്ല. ഇന്ത്യക്ക് ഒരുപാട് ദോഷം ചെയ്തിട്ടുണ്ട്, ഒത്തിരി നന്മകൾ കവർന്നിട്ടുണ്ട്, നമ്മളെ വല്ലാതെ ഭരിച്ച് വല്ലാതാക്കിയിട്ടുണ്ട്. എല്ലാം ചരിത്ര ഭാഗമാണെങ്കിലും അവർ സുവിശേഷം പറയുന്ന മിഷണറിമാർക്ക് ഇവിടെ വരാൻ അനുവാദം കൊടുത്തതുകൊണ്ട്, അത്രയും പറഞ്ഞാൽ മതി, അനുവാദം കൊടുത്തുകൊണ്ട് ആ പരമസാധുക്കൾ ഇവിടെ ഇന്ത്യയിലെമ്പാടും നടന്ന് മടങ്ങിപ്പോകാൻ പോലും മനസ്സില്ലാതെ, അമ്മയച്ചന്മാരെ കാണാൻ തയ്യാറാകാതെ ഈ മണ്ണിൽ അമർന്നവരാണ്. നമ്മുടെ പുല്ലൂർ ബൈബിൾ കോളേജിൻ്റെ ആ ഗ്രൗണ്ടിലുമുണ്ട് പഴയ ഒരു മിഷണറിയുടെ ശവകുടീരം, വീട്ടിലേക്ക് മടങ്ങാത്തവൻ, വീട്ടിലേക്ക് മടങ്ങാത്ത. ഞാൻ സെറാംപൂർ പോയപ്പോൾ കണ്ടു 6 കുടീരങ്ങൾ, വില്യം കേറിയുടെയും ഭാര്യയുടെയും മക്കളുടെയും. അവരാരും മടങ്ങിയവരല്ല, അവർ മടങ്ങാൻ വന്നവരല്ല, നമ്മുടെ ഇന്ത്യയിൽ അമരാൻ വന്നവരാണ്, ഇവിടെ തകരാൻ വന്നവരാണ്, ഇവിടെ മരിച്ചടങ്ങാൻ വന്നവരാണ്. അവർ വെറുതെ വന്നതല്ല, രാജ്യം പിടിക്കാൻ വന്നതല്ല, ശത്രുവിനെ തോൽപ്പിക്കാൻ വന്നതാണ്, അന്ധകാരം മാറ്റാൻ വന്നതാണ്, നമ്മെ ഉദ്ധരിക്കാൻ വന്നതാണ്, നമ്മെ ഉയർത്താൻ വന്നതാണ്. അത് ചെയ്യാൻ സുവിശേഷത്തിന് കരുത്തുണ്ടെന്ന് വിളിച്ചു പറയാൻ വന്നവരാണ്, ആ കരുത്ത് കാട്ടി ബോധ്യപ്പെടുത്താൻ വന്നവരാണ്. അവരെ ഓർത്തുന്ന രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ചരിത്രത്തിൻ്റെ ഏടുകൾ മറിക്കാൻ കുറച്ച് പറ്റിയേക്കും എനിക്ക്, എൻ്റെ വായനയും എൻ്റെ പഠനവും കൊണ്ട്. പള്ളിക്കൂടത്തിൽ പഠിക്കേണ്ട ആവശ്യം, ചില കോഴ്സുകൾ ചെയ്യേണ്ടി വന്നതുകൊണ്ട്. പ്രിയരെ, വില്യം കേറി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിന്മയാണ്. ഞാൻ ദൈവമക്കളോടല്ല പ്രധാനമായിട്ട് പറയുന്നത്, പക്ഷെ നിങ്ങളും അറിയണം, ഇന്ത്യയെ വല്ലാതെ സ്വാധീനിച്ച് വല്ലാതാക്കിയ മഹാതിന്മയായ സതി എന്ന ദോഷം. സതി എല്ലാവർക്കും അറിയാമല്ലോ. സതി എന്ന സോഷ്യൽ ഈവിൾ മാറ്റാൻ ബ്രിട്ടീഷുകാർ പരിശ്രമിച്ച് നടന്നില്ല ഇവിടെ. അപ്പോൾ ആ വില്യം കേറി എന്ന ദൈവദാസൻ ഇന്ത്യയിലേക്ക് വന്നത്. നമ്മളെല്ലാവരും ആദരിക്കുന്ന മഹാനായ രാജാറാം മോഹൻ റോയ്, അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് സന്തോഷമുണ്ട്. മോഹൻ റോയ് പരിശ്രമിച്ച് തന്നോടൊപ്പം നിന്ന് പരിശ്രമിച്ച് ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ ഇംഗ്ലീഷ് മാഗസിനിൽ ഈടുറ്റ ലേഖനങ്ങൾ എഴുതി ഇവിടെ ബോധവൽക്കരണം നടത്തി. സമാചാർ ദർപ്പൺ എന്ന പേരിൽ ഇറങ്ങിയ ഇന്ത്യയിലെ ഒന്നാമത്തെ ബംഗാളി ദിനപത്രത്തിൽ അനേക ലേഖനങ്ങൾ എഴുതി ആളുകളെ കാര്യങ്ങൾ തെര്യപ്പെടുത്തി ബോധ്യപ്പെടുത്തി. അന്ന് ഡൽഹൌസി എന്ന വില്യം ബെൻഡിക് എന്ന ഗവർണർ ജനറലിനോട് കാര്യം പറഞ്ഞ് മാസങ്ങൾ നീണ്ട അപേക്ഷകൾക്ക് ശേഷം ബ്രിട്ടീഷ് സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ എടുത്ത ഒരു തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് സാദി ഇന്ത്യയിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതായത്. അത് സുവിശേഷം ചെയ്ത അത്ഭുതമാണ്, സുവിശേഷം മാത്രം ചെയ്ത അത്ഭുതമാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ MC റോഡ്, ഇപ്പം അതിൻ്റെ പേര് സ്റ്റേറ്റ് ഹൈവേ നമ്പർ 1 എന്നൊക്കെ ആയെന്ന് തോന്നുന്നു. മെയിൻ സെൻട്രൽ റോഡ് ട്രിവാൻഡ്രത്ത് നിന്ന് ആരംഭിച്ച് അങ്കമാലിയിൽ ചെന്ന് NH ചേരുന്ന MC റോഡ് നമ്മൾ ഇന്നും പറയാൻ ഇഷ്ടപ്പെടുന്ന ആ റോഡിലൂടെ ചങ്ങനാശ്ശേരി തിരുവല്ല ഭാഗങ്ങളിലൂടെ പ്രിയരെ നമ്മുടെ അമ്മ പെങ്ങന്മാർ സമരം ചെയ്ത് നടന്നിട്ടുണ്ട് പൂർവ്വകാലത്ത്. അപ്പർ ക്ലോത്ത് റിവോൾട്ട് എന്നതിനെ ഇംഗ്ലീഷിൽ വിളിക്കും, മേൽമുണ്ട് വാദം എന്ന് വേണേൽ പറയാം. ഞാനതിനെ ഒത്തിരി അങ്ങോട്ട് വിശദീകരിക്കുന്നില്ല. ഇവിടെ മറ്റു പലർക്കും വൃത്തിയായി വസ്ത്രം ധരിക്കാം, നമ്മുടെ ആൾക്കാർക്ക് വൃത്തിയായി സഹോദരിമാർക്ക് വസ്ത്രം ധരിക്കാൻ അനുവാദമില്ലാതെ അവരെ കൊണ്ട് സങ്കടപ്പെടുത്തിയ ഒരു സർക്കാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരു പാരമ്പര്യമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. അതിനെ ഇല്ലാതാക്കാൻ ഇടപെട്ടത് യേശു സുവിശേഷമാണ്. കാര്യമൂർത്തി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. പാപപ്പെട്ടവൻ പള്ളിക്കൂടത്തിൽ പഠിക്കാൻ പാടില്ല എന്നും അവൻ അങ്ങനെ പഠിച്ചാൽ അവൻ്റെ കാതിൽ അവൻ ഈയമൊരുക്കി ഒഴിക്കണമെന്നുള്ള ഖണ്ഡിതമായ കല്ലേ പിളർക്കുന്ന ഇവിടെ പാരമ്പര്യവാദിയുടെ കിരാതമായ കൽപ്പനയെ അട്ടിമറിച്ച് പാപപ്പെട്ടവന് ഫ്രീ സ്കൂളിംഗ് നൽകി പള്ളിയോടെല്ലാം ചേർന്ന് ഷെഡ് ഉണ്ടാക്കി എഡ്യൂക്കേഷൻ നടത്തിയത് ഇവിടെ മിഷണറിമാരാണ്. അതുകൊണ്ടാണ് സ്കൂളിന് പള്ളിക്കൂടം എന്ന് പേര് വന്നത്. പള്ളിക്കൂടം കാരണം പള്ളിയോട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ്. പേരെ കുഷ്ഠരോഗികളെ പഴി പറഞ്ഞ് അവനെ കല്ലെറിഞ്ഞ് കൊല്ലാനോ അവന് കാട്ടിൽ പാർക്കാനോ മാത്രം അനുവദിച്ച് അതവൻ്റെ പാപം കൊണ്ടാണെന്ന് പറഞ്ഞ പുരാതന ചിന്താഗതിയെ അട്ടിമറിച്ച് ആ സാധുക്കൾക്ക് വേണ്ടി അസൈലും റീഹാബിലിറ്റേഷൻ സെന്ററും ഉണ്ടാക്കി അവരുടെ തലയിൽ കൈവച്ച് അവരുടെ മുറിവുകളെ കെട്ടി പ്രാർത്ഥിച്ചത് യേശുവിന്റെ സുവിശേഷമാണ്. ചേവായൂർ കുഷ്ഠരോഗി ആശുപത്രി മുതൽ ഇങ്ങോട്ട് നെയ്യൂർ നാഗർകോവിലിപ്പുറത്തുള്ള LMS ആശുപത്രി വരെ, നൂറനാടുള്ള ആശുപത്രി മുതൽ കൊരട്ടി ആശുപത്രി വരെ,
സാൽവേഷൻ ആർമിയുടെ പുത്തൻകുരിശ് ലെപ്രസി സാനിറ്റോറിയം വരെയുള്ള എല്ലാ ആശുപത്രികളും ഇവിടെ ആരംഭിച്ചത് ഗവൺമെന്റ് അല്ല, യേശുവിന്റെ മിഷണറിമാരാണ്. മനസ്സിലായില്ലേ? ഞാൻ നീട്ടുന്നില്ല എൻ്റെ ആ ചരിത്ര ആഖ്യാനം. പക്ഷെ എനിക്കിന്ന് രാത്രി ദേശത്തോട് ഉറക്കെ പറയണം, ഇന്ത്യയുടെ അന്ധകാരം മാറ്റാൻ അവൻ ഇരുട്ട് മാറ്റി തേജസ്സിന്റെ സുവിശേഷം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ അന്ധകാര മൂലകളെ, തകർന്ന കുടുംബങ്ങളെ, തുന്നം പാടിയ ജീവിതങ്ങളെ, അവൻ നാനാവിധമായി കുട്ടിച്ചോറാക്കപ്പെട്ട തലമുറകളെ നന്നാക്കി ഉയർത്താൻ, അവർക്ക് ഉണർവാക്കാൻ, അവർക്ക് എഡ്യൂക്കേഷൻ നൽകാൻ, കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ, വെളിച്ചം അവിടെ പ്രകാശിപ്പിക്കാൻ, അന്ധകാര കുടീരങ്ങളില് സുവിശേഷത്തിന്റെ അത്ഭുതങ്ങളാണ് ആൾക്കാരെ ഉയർത്തിയത്. സന്തോഷമുള്ള എല്ലാവരും കരങ്ങളെ അടിച്ച് ദൈവത്തെ പാടി കരമടിച്ച് കർത്താവിനെ ആരാധിച്ചാട്ട് സുവിശേഷം അത്ഭുതം ചെയ്തു വന്ന് ഉറപ്പുള്ള എല്ലാവരും യേശുവിന്റെ സുവിശേഷത്തിന്റെ വല്ലഭത്വം വെളിപ്പെടുത്തിയ എല്ലാവരും ഇന്ന് രാത്രി ദൈവത്തെ മടിക്കാതെ ആരാധിച്ചോ. ഈ സുവിശേഷം അത്ഭുതത്തിൻ്റെതാണ്. ഇത് അഭിമാനിക്കാവുന്നതാണ്, അഭിമാനിക്കാവുന്ന സുവിശേഷമാണ്. എനിക്ക് ലജ്ജയില്ല എന്ന് ഈ രാത്രി പഴമങ്ങാളിൽ എല്ലാവരും ഏറ്റുപറയട്ടെ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാര്, ജമീമി അടക്കം എഡ്യൂക്കേറ്റഡ് എല്ലാവരോടും ഞാൻ വിളിച്ചു പറയുന്നു, മെഡിക്കൽ സയൻസിന്റെ, ബയോടെക്നോളജിയുടെ, പുതിയ യൂണിവേഴ്സിറ്റി കോമ്പിനേഷൻസിന്റെ വലിയ കിതാബുകൾ നെഞ്ചോടമർത്തി അടിവച്ച് അഭിമാനവിജൃംഭിതരായി റാന്നിയിൽ നടക്കുന്ന കുറെ ചെറുപ്പക്കാരുണ്ട്. എനിക്ക് വിരോധമില്ല, എഡ്യൂക്കേഷന്റെ വക്താവാണ് ഞാൻ. പക്ഷെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ഈ കണ്ട സമസ്ത കിതാബുകളെക്കാൾ അഭിമാനത്തോടെ നെഞ്ചോടമർത്തി രാജവീതിയിലൂടെ നടക്കാൻ കരുത്തുള്ളത് യേശുവിന്റെ സുവിശേഷമാണ്. കരമൂർത്തി എല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. ഈ വചനത്തിനായി നമ്മെ നാമാക്കിയ ദൈവത്തിന്റെ വചനത്തിനായിട്ട് ഇന്ന് രാത്രി എല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ. സുവിശേഷം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനിമേലും അത്ഭുതങ്ങൾ ചെയ്യും. അതുകൊണ്ടാണ് അന്നത്തെ കാലത്തെ ഏറ്റവും മികച്ച 5 പ്രധാന മണ്ഡലം, അതെല്ലാം ഞാൻ സമയമുണ്ടെങ്കിൽ ഫിലിപ്പ് ലേഖനം നിങ്ങൾ വായിക്കണം. ഫിലിപ്പിയർ 3:4 മുതൽ 7 വരെ 8 വരെയൊക്കെ വായിച്ച് നോക്കിയാൽ അറിയാം. ക്രെഡൻഷ്യൽസ് ആൻഡ് ക്രെഡിബിലിറ്റീസ് എന്ന് വിളിക്കുന്ന പൗലോസ് അപ്പോസ്തലന്റെ വിശേഷ കരുത്തുകൾ, ശരാശരിക്കാരന് ഇല്ലാത്തവ. എബ്രായ പൈതൃകം മുതൽ റോമൻ പൗരത്വം വരെയുള്ള 5 കൂട്ടം അഭിമാന സ്തംഭങ്ങൾ ഉണ്ടായിരുന്ന പൗലോസ്, ആർക്കും ചോദ്യം ചെയ്യാനാവാത്ത കരുത്ത് തെളിയിച്ച പൗലോസ്, ആരെങ്കിലും ഇങ്ങോട്ടൊരു വാക്ക് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി അവർ നിഷ്പ്രഭനാക്കുന്ന പൗലോസ്. ആമേൻ. ഫേലിക്സോ ഫെസ്തോസോ ബെർണിക്കയോ അതുപോലെ മറ്റുള്ളവരോ അർത്ഥപ്രജ്ഞരായ വചനം പറഞ്ഞ പൗലോസ് വിദ്യാഭ്യാസത്താൽ നിനക്ക് ഭ്രാന്തി പിടിച്ചിരിക്കുന്നുവെന്ന് അത്ഭുതത്തോടെ കണ്ണുമിടിച്ച് പറഞ്ഞു പോകാൻ ഹേതുവായ പൗലോസ്, നിന്നെ പിന്നെയും വിളിപ്പിക്കുക, ഇനിയും കേൾക്കണമെന്ന് അന്നത്തെ പ്രധാന ഫിലോസഫേഴ്സ് പറഞ്ഞ് മറ്റാർക്കും കൊടുക്കാത്ത വേദി 2ാമത് കൊടുത്ത പൗലോസ്. അങ്ങനെ വളരെ പ്രസിദ്ധനായ അപൂർവ പ്രതിഭാസമായ പൗലോസ് ന്യായപ്രമാണം സംബന്ധിച്ച്, ന്യായപ്രമാണ നീതി സംബന്ധിച്ച് ഞാൻ തെളിയിക്കപ്പെട്ട പരീക്ഷൻ എന്ന് പറഞ്ഞ പൗലോസ്, ആൾക്കാർ ചുമ്മാ തല്ലിവിടാമെന്ന് കരുതി പലപ്പോഴും തല്ലുകൊണ്ടെങ്കിലും ഒരിക്കൽ വകുപ്പ് പറഞ്ഞ പൗലോസ്, വിസ്താരം കഴിയാത്തവർ റോമൻ പൗരനായ എന്നെ വാറുകൊണ്ട് കെട്ടുന്നത് വിഹിതമോ എന്ന മലയാളത്തിന് പകരം ഈസ് ഇറ്റ് ലോഫുൾ, ഇത് നിയമമാണോ എന്ന് ചോദിച്ച പൗലോസ്, റോമൻ സർക്കാരിന്റെ പ്രധാന ആർട്ടിക്കിളും സബ് ഡിവിഷനും കോട്ട് ചെയ്ത് പറഞ്ഞ് അടിക്കാമെന്നവനെ അവൻ പേടിപ്പിച്ച പൗലോസ് ആത്മാവിൽ. അങ്ങനെ എല്ലാം അറിയാൻ കരുത്തുള്ള പൗലോസ് പറയുന്നു, പക്ഷേ ഇതെല്ലാം എൻ്റെ കരുത്താണ്, ഇതെല്ലാം എനിക്ക് അഭിമാനമാണ്, ഇതെല്ലാം എന്നെ സമൂഹത്തിൽ മാനിക്കുന്ന സംഗതിയാണ്. പക്ഷേ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. സുവിശേഷം എനിക്ക് അഭിമാനമാണ്. പ്രൈസ് ദി ലോർഡ്. ആ ബോധ്യം ദൈവമക്കൾക്കും വേണം, കേൾക്കുന്നവർക്കും വേണം. സുവിശേഷം പഴകിപ്പോയ ഒരു ചരക്കല്ല, ഇന്ന് രാത്രി സജീവമായി സംവദിക്കുന്ന ഒരു കരുത്താണ്.
അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്ന വചനമാണിത്. ആത്മാവിൽ വചനത്തിന്റെ ഇടപെടൽ അലയടികളായിട്ട് മാറ്റണം. അതുകൊണ്ട് ആ ദൈവസഭ സുവിശേഷം വിളിച്ചു പറയുന്നത്. ഓൾറൈറ്റ്, സുവിശേഷം ഞാൻ മുന്നോട്ട് പോകട്ടെ, സമയം പാലിക്കാൻ വേണ്ടി. വായിക്കാം. എഫേസ്യ ലേഖനത്തിൽ നിന്ന് 6-ാം അധ്യായം. ആ വാക്യം നോക്കിയേ. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ച് ഉയർച്ചു നിൽപ്പാനും കഴിയേണ്ടതിന്. അല്ല, താഴോട്ടെങ്കിൽ പോരെ. എന്നിട്ട് ആ ആയുധവർഗത്തിന്റെ ഒടുവിൽ സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും. ഓൾറൈറ്റ്, മതി. നമുക്ക് അതിന്റെ കോണ്ടെക്സ്റ്റ് എല്ലാം അറിയാം. എനിക്കിവിടെ വേണ്ടത് സുവിശേഷം സമാധാന സുവിശേഷമാണ്. ഇന്നിന്റെ ഇന്ത്യയിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ ബഹളത്തിന്റെ, ലഹളയുടെ, അട്ടിമറിയുടെ, മോഷണത്തിന്റെ, എന്താ സ്വർണം ചമ്പാക്കുന്നതിൻ്റെ ഞാൻ പറയണ്ട, അങ്ങനെ വല്ലായ്മയുടെ, ആരാധ്യനോ ആരാധനാ മന്ദിരമോ ഏതായാലും എൻ്റെ വിഷണം അഴിമതിയാണ്. അതാണ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന അധികാരികൾ, സംരക്ഷകർ മോഷ്ടാക്കളായി മാറുന്ന വല്ലായ്മയുടെ മധ്യത്തിൽ അട്ടിമറിയുള്ള, പരസ്പര ലഹളയുള്ള, തല്ലും കൊലവിളിയും ഉള്ള, തട്ടിക്കൊണ്ടുപോകലും ഏർപ്പാടുമുള്ള, പാസ്റ്റർ റോബിൻ നേരത്തെ സാബു പറഞ്ഞ പോലെ വളരെ മിസ് ഔട്ട് ചെയ്യുന്ന, കണ്ടുപിടിക്കാൻ മേലാത്ത കൊച്ചു കുരുന്നുകളും മദ്യത്തിന് അടിമപ്പെട്ട് പോകുന്ന, ലഹരി മരുന്നിന് അടിമപ്പെട്ടു പോകുന്ന, MD MA മുതൽ അങ്ങോട്ടുള്ള സംഗതികൾ താഴെ വരെ, നാടൻ വരെ, കഞ്ചാവായി, ചരസായി, മരിയുവാനിയായി, LSD ആയി, ഹാഷിഷായി, പാൻപരാഗായി, മനുഷ്യൻ കുടുക്കയായി, തുളസിയായി, കൂളായി, ചില്ലായി മാറുന്ന സകല സമ്പ്രദായങ്ങളുടെ മധ്യത്തിൽ, ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ഇന്ന് രാത്രി യവനക്കാരെ വല്ലാതാക്കുന്ന, തലമുറകളെ കൊല്ലാതാക്കുന്ന, പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങളെ കവരുന്ന, കുടുംബങ്ങളെ കുട്ടിച്ചോറാക്കുന്ന ഈ മദ്യപാനത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ ദുര്യോഗത്തിൻ്റെ മധ്യത്തിൽ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ്, പകലന്തിയോളം പണിയെടുത്തുണ്ടാക്കുന്ന കാശ്, കേൾവിക്കാരാ, ചെറുപ്പക്കാരാ, ഭാര്യയ്ക്കും മക്കൾക്കും ആഹാരമാക്കി മാറ്റേണ്ട ആ വീട്ടിൽ വെള്ളം തിളപ്പിച്ച് അച്ഛൻ വരും മക്കളെ എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ ഉറക്കാൻ ശ്രമിക്കുന്ന, റേഷൻ കാർഡും റേഷൻ സഞ്ചിയുമായി കടയിൽ പോയിട്ട് പഴയ മങ്ങിത്തുടങ്ങിയ ബോർഡ് കാണാതെ ലാമിനേറ്റ് ചെയ്ത് കുട്ടപ്പനാക്കിയ മദ്യഷാപ്പിന്റെ ബോർഡ്, ബെഗോ ഔട്ട്ലെറ്റിൽ ക്യൂ നിന്ന് ആ വെള്ളവും വാങ്ങി സഞ്ചിയും എറിഞ്ഞ് കാടും കളഞ്ഞ് ഓടയിൽ കിടന്ന് പാതിരാത്രി കയറി വരുന്ന അച്ഛന്മാരുള്ള കുടുംബങ്ങൾപ്പെട്ട ഒരുപാട് പേരോട് ഈ രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. അവൻ കുടുംബം തകർത്ത ജീവിതങ്ങളോട് ഇന്ന് രാത്രി ദൂത് പറയുക. ആമേൻ. പ്രത്യാശ നഷ്ടപ്പെട്ടവരെ, മക്കളെ കൈവിട്ടവരെ, ഉള്ളതെല്ലാം തുലയ്ക്കുന്നവരെ, അധ്വാനത്തിന് പ്രതിഫലത്തെ ഇല്ലാതാക്കുന്നവരെ, വിയർപ്പൊഴുക്കി പണിയെടുത്തിട്ട് ആരോഗ്യവും നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങളെ, അച്ഛനെ അമ്മയെ പേടിയോടെ കാണുന്ന മക്കളെ നഷ്ടപ്പെട്ട് ആശങ്കപ്പെടുന്ന അമ്മമാരെ, പെങ്ങന്മാരെ, ഇന്ന് രാത്രി ഞങ്ങൾ എല്ലാവരും ആ ഭീമത്ത് വിളിച്ചു പറയുന്നു. ഈ സുവിശേഷം സമാധാന സുവിശേഷമാണ്, ശാന്തിയുടെ സുവിശേഷമാണ്, നിന്റെ കുടിലിനകത്ത് അത്ഭുതം ചെയ്യുന്ന സുവിശേഷമാണ്, നിങ്ങളെ ഉയർത്തുന്ന സുവിശേഷമാണ്, മക്കളെ മടക്കി വരുന്ന സുവിശേഷമാണ്, നന്മകൾ വാരി വിതറുന്ന സുവിശേഷമാണ്. ഈ രാത്രി അത്ഭുതം ചെയ്യാൻ കരുത്തുള്ള നിർമ്മല വചനമാണ് യേശുവിന്റെ സുവിശേഷം. ഇത് സമാധാന സുവിശേഷമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയും ചിലപ്പോൾ സാക്ഷ്യം പറയാൻ സമയം കൊടുത്താൽ കുറച്ചു പേരെങ്കിലും വന്നിട്ട് പറയും, എൻ്റെ കുടുംബത്തിൽ സുവിശേഷം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. കരമൂർത്തി എല്ലാവരും സന്തോഷമായ ദൈവത്തെ സ്തുതിച്ചാണ്. ഗ്ലോറി ടു ഗോഡ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വചനം ബൈബിളിലുള്ളത്, എല്ലാ വചനവും ഇഷ്ടമാണെങ്കിലും, ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ, മറ്റു പലതും ഇല്ലായിരിക്കും അവിടെ. അതായത് അതിൻ്റെ വ്യംഗ്യം. നീതിമാന്റെ കൂടാരത്തിൽ ഒത്തിരി പേർക്കുള്ള പലതും ഇല്ല. ദാറ്റ് ഈസ് ട്രൂ. ഞങ്ങൾ ഉപദേശന്മാരും പിള്ളേർ ചോദിക്കുന്ന എല്ലാം വാങ്ങിക്കൊടുത്തിട്ട് ഞാൻ തീരെ കൊടുത്തിട്ടില്ല. കാശില്ലായിരുന്നോണ്ട, സ്നേഹമില്ലാഞ്ഞിട്ടല്ല, കാശില്ലാഞ്ഞു, കൊടുത്തിട്ടില്ല. അയൽവക്കത്തെ ഫ്രൈ ഒന്നും നമ്മുടെ ഇവിടെ പൊരിയാറില്ല. പണ്ടൊരു നമ്പൂരി പറഞ്ഞ പോലെ അതിനെ മണത്തിൽ വേണേ കഞ്ഞി കുടിക്കാന്നല്ലാതെ
സ്വന്തം വീട്ടിൽ ഇതൊന്നും നടക്കാറില്ല. ദാറ്റ്സ് ഓൾ റൈറ്റ്. പക്ഷെ അവിടെ ഇല്ലാത്ത പലതിൻ്റെ മധ്യത്തിൽ ഉള്ള ഒരു കാര്യം പറയുകയാണ്, അരി വെന്തില്ലെങ്കിലും പ്രാർത്ഥന മുടങ്ങത്തില്ല, കൂട്ടാൻ കൂടിയില്ലെങ്കിലും ഉല്ലാസം കുറയത്തില്ല. ജയത്തിന്റെ ഘോഷം, ഉല്ലാസത്തിന്റെ ഘോഷം നീതിമാന്റെ കൂടാരത്തിനകത്ത് അലങ്കാരമാകും, അനുഗ്രഹമാകും. അതാ ആത്മീയന്റെ ഭവനം, അതാ ദൈവത്തിന്റെ ജനം, അതാ ഭക്തന്റെ കുടുംബം, അതാ പെന്തക്കോസ്ത്. അത് തിരിച്ചറിയുന്നവരെ ഓർത്തുന്ന രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതാ സുവിശേഷത്തിന്റെ കരുത്ത്. ഈ രാത്രി ആ കരുത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക, ആ കരുത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഉള്ളറയിൽ ദൈവത്തിന്റെ വചനം ഈ രാത്രി ക്രിയ ചെയ്യട്ടെ, കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അതാണ് സുവിശേഷത്തിന്റെ അതുല്യ പ്രഭാവം. സമാധാന സുവിശേഷം. ഞാൻ എൻ്റെ കാര്യം കൂടെ പറഞ്ഞ ആ കാര്യം നിർത്താൻ പ്രിയരെ. എൻ്റെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ കാര്യമാണ്. ഞാൻ പെന്തക്കോസ്ത് ജനിച്ച ആളാണ്. എൻ്റെ അപ്പൻ്റെ അപ്പൻ ഇതുവഴി പോകാൻ എളുപ്പമുണ്ട്. ഈ മണിമല ചെർക്കടവ് പെൺകുന്നം വഴി അങ്ങോട്ട് പോയാൽ പെൺകുത്തുന്ന 7 മൈൽ കഴിയുമ്പോഴാണ് 7-ാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പാലായ്ക്കിപ്പുറത്ത്, പൂവരണി പൈക എന്ന് പറയും. അപ്പോൾ ഞങ്ങളുടെ വ്യാകുല മാതാവിൻ പള്ളിയാണ് ഞങ്ങളുടെ പള്ളി, പിതാക്കന്മാരുടെ. ആ പള്ളിയിൽ കൊരട്ടിയിൽ എന്ന് പറയുന്ന കുടുംബത്തിൽ ആ റോഡ് സൈഡിലുള്ള പഴയ വീട്, ഇപ്പോൾ അവർ പൈസക്കാർ പിള്ളേരൊക്കെ നല്ല വീട് വെച്ചേ. ആ വീട്ടിൽ നിന്ന് അപ്പന്മാരിൽ ഒരുവനായ എൻ്റെ അപ്പൻ്റെ അപ്പൻ കൊരട്ടിയിൽ മത്തായി എന്ന എക്സ് മിലിറ്ററിക്കാരൻ എല്ലാം തുലച്ച് വെള്ളമടിച്ച് കളഞ്ഞ്. മിലിറ്ററിയാണ്, പെൻഷനുണ്ട്, ആ പെൻഷൻ തികയത്തില്ല. 12 മക്കളാണ്. പഴയ കാലത്ത് അറിയാമല്ലോ, എല്ലാ വീട്ടിലും അത്രയൊക്കെ ശരാശരി പിള്ളേരുണ്ട്. ആ 12 മക്കളുള്ള ഞങ്ങളുടെ വലിയ കുടുംബത്തിൽ എൻ്റെ വലിയപ്പച്ചൻ മത്തായി പെൻഷൻ കാശും തീർത്ത്, പിന്നെ വീട്ടിൽ സൗകര്യപ്പെടുത്തി എടുക്കാൻ എളുപ്പമുള്ള എല്ലാം കൊണ്ട് വിറ്റ്, ചെമ്പ് പാത്രം, പിച്ചള, വിളക്ക്, ചെറിയമ്പുറത്ത് സാറാമെന്ന് പറഞ്ഞ സാധ്വിയായ എൻ്റെ വല്യമ്മച്ചി ഈ പിള്ളേരെ വളർന്ന് അയൽപക്കത്തെ പറമ്പിൽ പോയി ചക്ക ഇട്ടുകൊണ്ട് വന്ന് പിള്ളേർക്ക് കൊടുത്ത കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ. അങ്ങനെ സങ്കടപ്പെട്ട് ഒരായുസ്സെല്ലാം തീരും, മക്കളെ വളർത്താൻ പറ്റില്ല, ജീവിതം അവസാനിപ്പിക്കാമെന്ന് കരുതിയ ആ സാധ്വിയുടെ ഭർത്താവ് കോട്ടയം മത്തായി പാലാ അങ്ങാടിയിൽ വെള്ളമടിച്ച് കൃങ്ങി നിന്ന് ഒരു വൈകുന്നേരം കോട്ടയത്തുനിന്ന് വന്ന 2 CMSകാർ, പെന്തക്കോസ്തുകാരല്ല, അന്ന് പെന്തക്കോസ്ത് ഇല്ല അവിടെ, CMSകാർ കാളവണ്ടിയിൽ വന്ന 2 സുവിശേഷകർ പരസ്യോഗം നടത്തി. ഒടുവിൽ യോഹന്നാന്റെ സുവിശേഷം വിതരണം ചെയ്തപ്പം അതിൻ്റെ ഒരു പ്രതി മേടിച്ചുകൊണ്ട് വീട്ടിൽ പോയി വെള്ളം ഇറങ്ങിയ പുലർകാലത്ത് 1-ാം അധ്യായം വായിച്ച് രക്ഷിക്കപ്പെട്ടയാളാണ് കൊരട്ടിയിൽ മത്തായി എന്ന എൻ്റെ വല്യപ്പച്ചൻ. വചനം മാത്രം ഇടപെട്ടിട്ടാണ്. ഉപദേശിയോ പാസ്റ്ററോ മൂപ്പനോ ഒന്നുമില്ല. കത്തോലിക്ക അല്ലാതെ ഒരു വകുപ്പില്ല അവിടെ, വേദപുസ്തകമില്ല, ബൈബിൾ അന്ന് വായിക്കാൻ പാടില്ല ശരാശരിക്കാരന്. വാങ്ങാൻ ചർച്ചിൻ്റെ അപ്രൂവൽ വേണം. അച്ഛന്മാർ പള്ളി പറയുന്നത് മാത്രം കേട്ടാൽ മതി, ആമേൻ പറഞ്ഞാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതായിരുന്നു 80 കൊല്ലം മുമ്പത്തെ വ്യവസ്ഥിതി ഈ നാട്ടിൽ. അങ്ങനെ പോയ മദ്യപൻ്റെ വീട്ടിൽ ഞാൻ ഓർക്കും, ജോസ് പാസ്റ്റേ, യോഹന്നാൻ 1-ാം അധ്യായം ഒരു ഡിഫിക്കൽട്ട് ചാപ്റ്റർ, നിങ്ങൾ വായിച്ചു നോക്ക്, പിടികിട്ടത്തില്ല, എളുപ്പമല്ല. 1-ാം വാക്യം തന്നെ കുഴയ്ക്കും നമ്മളെ. ആദിയിൽ ഉണ്ടായിരുന്നു വചനം, വചനം ഒരു പിടിയും കിട്ടുന്നില്ല. 12-ാം വാക്യത്തിലേക്ക് വരുമ്പോഴാണ് ഒരു അരപ്പിടി കിട്ടുന്നത്. 14 വരുമ്പോഴാണ് സംഭവം റെഡിയാകുന്നത്. ഏതാ? വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. കരമൂർത്തി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ തിരിയാത്ത അധ്യായം, അതുകൊണ്ടാണ് ഞാനിത് സ്ഥാപിക്കുന്നത്. തിരിയാത്ത അധ്യായത്തിനകത്ത് ആത്മാവിൻ്റെ കരുത്തുള്ളത് കൊണ്ട് വായിക്കുന്ന മദ്യപന് ബോധ്യപ്പെട്ടില്ലെങ്കിലും ആത്മാവ് ഇടപെടുമ്പോൾ അകത്ത് ദൈവപ്രവൃത്തി നടക്കും. ഇന്ന് രാത്രി പഴമാടിൽ അങ്ങനെ സംഭവിക്കാൻ പോകുക. ഉള്ളറകളിൽ ആരും പറഞ്ഞാൽ കേൾക്കാതെ, ആരും പറഞ്ഞാൽ മനസ്സിലാക്കാത്തവരുടെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവിന് ഇടപെടലിനായിട്ട് ഒരു അവസരം കൊടുക്കുക. ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ ഒന്ന് സമർപ്പിച്ചു ചെറുപ്പക്കാരാ, ഒന്ന് സമർപ്പിച്ചു. അത്ഭുതങ്ങൾ ദൈവം ചെയ്യും, അത്ഭുതങ്ങൾ ദൈവം ചെയ്യും, അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. ഈ രാത്രി വചനത്തിനായി സമർപ്പിച്ചോ, ദൈവപ്രവൃത്തി കാണാൻ പോകുക. നിങ്ങൾ ആ ഒറ്റ വായന കൊണ്ട് അത്ഭുതം സംഭവിച്ചു. ആ അധ്യായത്തിനകത്ത് മദ്യപാനോ പുകവലിയോ മുറുക്കാൻ ചവയോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ.
പക്ഷേ ആ അധ്യായം വായിച്ചു മത്തായി എല്ലാം നിർത്തി. പിന്നെ മത്തായി ആൾക്കാർ നിർത്തിയില്ല, അതാ വിഷയം. പള്ളിയിൽ നിന്ന് മുടക്കി ഓടിച്ചു. പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ വീട്ടിൽ വെച്ചു എന്ന് പറഞ്ഞ് മുടക്കുപത്രം കൊടുത്തു. അവിടുന്ന് പിള്ളേരെയും കൊണ്ട് പാഞ്ഞ് കങ്ങഴ ഇവിടുന്ന് കുറച്ചുകൂടെ അടുത്താണ് അല്ലേ, മണിമല കഴിഞ്ഞ് അങ്ങോട്ട് പോവാം. അവിടെ പോയി ബ്രദറുകാരനായ ചെറുകളത്തിൽ കൊച്ചുണ്ണിച്ചായൻ വിളിച്ചിട്ട് അവിടെ പോയി ഒരു ചെറിയ വീട് താമസിക്കാൻ കൊടുത്തു. അവിടുന്ന് പിന്നെ മലബാറിലേക്ക് നെട്ടോട്ട് ഓടി കോഴിക്കോട് കുറ്റ്യാടി ചെമ്മനോട ഗ്രാമത്തിൽ വന്ന് കാട് മേടിച്ച് പിള്ളേരെ വളർത്താൻ ശ്രമിച്ചു. സ്വന്തം വീട്ടിൽ കത്തോലിക്കരുടെ മധ്യത്തിൽ ഒരു കൂട്ടായ്മ ആരംഭിച്ചു. തൻ്റെ മകൻ 25 വയസ്സുകാരൻ കോട്ടയിൽ പാപ്പച്ചൻ എന്ന എൻ്റെ അപ്പൻ KM ജോസഫിനെ വചനത്തിന് പഠിക്കാൻ വേണ്ടി പുനലൂർ അയച്ചു. അദ്ദേഹം കർത്താവിൻ്റെ വേലക്കാരനായി 45 കൊല്ലം AGയുടെ സീനിയർ പാസ്സായി ഇരുന്ന് കടന്നുപോയി. ആ വചനത്തിൻ്റെ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരുന്നു. ആ വചനം കരുത്തോടെ വ്യാപരിച്ചു കൊണ്ടിരുന്നു. ആ വചനം തലമുറകളായി കൈമാറാൻ ദൈവയിടയാക്കി. ഞങ്ങളുടെ കുടുംബത്തിൽ തൻ്റെ കൊച്ചുമക്കൾ 17 പേരെ ഫുൾ ടൈം വേലക്കാരാക്കി മാറ്റാൻ ആ വചന ശക്തി തെളിയിക്കപ്പെട്ടു. ഇന്ന് രാത്രി വചനത്തിന് കരുത്തുണ്ട്. ആമേ, തലമുറകളെ വചനം തൊടട്ടെ. പഴവങ്ങാടിലെ അനേക കുടുംബങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ക്രിയ വ്യാപരിക്കട്ടെ. കുഞ്ഞുങ്ങളെ കർത്താവ് തൊടട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. സമാധാന സുവിശേഷം, മദ്യപന്റെ വീട്ടിൽ ഉദ്ധാരണമുള്ള സുവിശേഷം, അവൻ കുടീരങ്ങളെ ഉയർത്തുന്ന സുവിശേഷം, താണുപോയവനെ കൈപിടിക്കുന്ന സുവിശേഷം, ആമേൻ, ഉല്ലാസത്തിന്റെ ജയമൊത്ത സുവിശേഷം, സമാധാന ഗീതങ്ങൾ പാടാൻ കഴിയുന്ന സുവിശേഷം, അതാണ് യേശുവിന്റെ സുവിശേഷം. ആ സുവിശേഷം ഇന്ന് രാത്രിയും അത്ഭുതം ചെയ്യുന്ന സുവിശേഷമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പോൾ കർത്താവിനെ പ്രസംഗത്തിലേക്ക് മാറാതെ നല്ല കരുത്തുള്ള സാക്ഷ്യം പറഞ്ഞ ചെറുപ്പക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ സാക്ഷ്യം തന്നെ മതി ഒരു കൺവെൻഷന്. അനുഭവത്തിൽ നിന്ന് സംസാരിക്കും. തനി അനുഭവങ്ങൾ, ദൈവശാസ്ത്രവും ഏർപ്പാടും രണ്ടാമതാണ്. അനുഭവത്തിൻ്റെ കരുത്താണ് ഭയങ്കരം. അത് പറയുമ്പോൾ ജനത്തിന് ഹൃദയത്തിൽ തറയ്ക്കും. ആമേൻ. കാരണം ദൈവം അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രിയും അത്ഭുതങ്ങൾ ദൈവം ചെയ്യുമെന്ന് പറയും. സുവിശേഷം സമാധാന സുവിശേഷമാണ്. നമ്പർ 3, ഈ സത്യവചനത്തിൻ്റെ മൂന്നാമത്തെ ഒരു പ്രക്രിയ കൂടെ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. 2 തിമോത്തിയോസ് 1:10 വായിച്ചാണ്. 2 തിമോത്തിയോസ് 1:10 വായിച്ചാണ്. നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത മതി. അത്ര ഒറ്റ വാക്ക് ശ്രദ്ധിച്ചാട്ട്. സുവിശേഷം കൊണ്ട് എന്ന് സംഭവിക്കുന്നു, ജീവനും അക്ഷയതയും വെളിപ്പെടുന്നു. ആമേൻ. നാളെ ജോസ്വാസ ആ ദേവദാസിക്കൊപ്പം നമുക്ക് ഒരാളെയും കൂടി ഇരുത്തിയാലേ, അല്ല സഹോദരിമാർ പലരും ഉണ്ടല്ലോ, ഈ ബൈബിൾ പെട്ടെന്നൊന്ന് ഒരാൾ തന്നെ മറിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായി. എല്ലാവർക്കും പ്രശ്നമുണ്ട്. അപ്പോൾ ഒരാളും കൂടി ഇരുന്ന് അങ്ങോട്ട് സുജയായാലും വേണ്ടില്ല ഇരുന്ന് പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് വായിക്കുക, മാറി. ഞാൻ ഒരു കൺവെൻഷൻ അങ്ങനെ പറഞ്ഞു. 2ാമത്തെ ദിവസം തുരുദൂര വായനയായിരുന്നു. വെരി ഗുഡ്. വെയിറ്റ് ചെയ്യാൻ നമുക്ക് നേരമില്ല. വാചനമാം നേരെ ജനം കേൾക്കട്ടെ. എനിക്ക് വേണ്ടിയ വചനം എന്നാണ് സുവിശേഷം കൊണ്ട്, അല്ലയോ? ഒന്നുകൂടെ വായിച്ചേ സിസ്റ്ററെ. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്തു. സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുന്നു. രാത്രി ഞങ്ങൾ ഉറക്കെ പറയുന്നു, സുവിശേഷത്തിൽ ജീവന്റെ തുടിപ്പുണ്ട്. അതുകൊണ്ട് ഈ ചർച്ചിനകത്ത് പകൽ വെളിപ്പെട്ട ആരാധനയിലും മുകളിൽ ജീവൻ വ്യാപരിച്ചത്. എല്ലാ പെന്തക്കോസ് ആരാധന ജീവൻ വേണം. അടിയന്തര പാഷന്മാരോട് ഞാൻ പറയുകയാണ്, ജീവനില്ലാത്ത ആരാധന പറ്റത്തില്ല. അത് വിട്ടു വന്നവരാ ദൈവസഭ. ആമേൻ. കർമ്മം നടത്തി ആവർത്തനം ചെയ്ത് ചൊല്ലിക്കൂട്ടി ചുമ്മാ ആമേൻ പറഞ്ഞ് ഇരുന്ന കക്ഷികളുടെ ആരാധനയല്ല ദൈവസഭയുടെ ആരാധന. നമ്മൾ വിട്ടുപോകുന്നതാ. പാസ്റ്റർ ജോസ് തന്നെ അനുഭവം പറയുന്ന പോലെ ഇറങ്ങിപ്പോന്നതാ. ആക്ഷേപം ഏറ്റ് സഹിച്ചു പോന്നതാ. തിരിച്ച് കയറില്ല എന്ന് തീരുമാനിച്ച് പോന്നതാണ്. അമ്മാതിരി ഇറങ്ങിപ്പോകലിന് കാരണമാകുന്നത് എന്താണെന്നറിയാമോ? ജീവനുള്ളത് കൊണ്ടാണ്. ജീവനില്ലാത്ത ഒന്നിനെ ആരാധിക്കാൻ പറ്റത്തില്ല. ജീവനില്ലാത്ത ഇടത്ത് പരിപാടി നടക്കത്തില്ല.
ജീവൻ തുടിക്കാതെ ആരാധന ശരിയാവില്ല. ആരാധനയിൽ ജീവൻ വ്യാപരിക്കട്ടെ. ജീവൻ കരമടിച്ച് എല്ലാവരും ദൈവത്തെ എവിടെപാടി കരമടിച്ച് ശക്തമായി 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 കരം തട്ടി കരം തട്ടി കരം തട്ടി ഈ രാത്രി എല്ലാവരും ദൈവത്തെ ആരാധിക്കുക. ജീവൻ വ്യാപരിക്കട്ടെ. ജീവൻ ജീവൻ വ്യാപരിക്കട്ടെ. ജീവൻ വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. അകത്തും പുറത്തും വ്യാപരിക്കുന്ന ഒരു ദൈവ ജീവന്റെ പകർച്ച ഇന്ന് രാത്രി ദൈവസഭയിൽ ഉണ്ടാകട്ടെ. ആരാധനയിൽ വെളിപ്പെടട്ടെ. ജീവൻ വ്യാപരിക്കട്ടെ. ആമേൻ. കർത്താവിന്റെ സഭയിൽ ആ ജീവന്റെ തുടിപ്പ് വേണം അനിവാര്യമായിട്ട്. അതുള്ള സഭകൾക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നു. ഇല്ലെങ്കിൽ പാസ്റ്റർമാരെല്ലാം ഉപവസിച്ച് പ്രാർത്ഥിച്ച് സഭയിൽ വേറെ ഒന്നും നടന്നില്ലെങ്കിലും ആരാധനയിൽ ജീവൻ ഉണ്ടായിട്ട് പോകണം. 3 കൊല്ലം കഴിഞ്ഞാൽ പോകുന്നെങ്കിൽ അതിനകത്ത് സഭയിൽ ജീവൻ വെക്കണം. ആമേൽ. നിർജീവരെല്ലാം ശക്തിപ്പെടണം. ചുമ്മാ ഇങ്ങനെ മരിച്ചു കിടക്കുന്ന പോലെ കുത്തിയിരിക്കുന്നവരെല്ലാം ഇളകി ആടണം ആത്മാവിൽ. ആരാധനയിൽ ചൈതന്യം ഉണ്ടാക്കണം. ജനത്തിന്റെ ക്ഷീണം മാറണം, രോഗം മാറണം, കെട്ടുകൾ പൊട്ടണം. ആമേൻ. ശരീരം തുടിക്കണം, ത്രസിക്കണം, ഇളകണം. ആമേൻ. ആരാധിച്ച് കഴിയുമ്പോൾ ബലപ്പെട്ട് മടങ്ങണം. എല്ലാ കെട്ടുകളും പൊട്ടി എല്ലാ ക്ഷീണവും മാറി ആത്മീയൻ ആരാധിച്ചു മടങ്ങുന്ന ഒരു അഭിഷേകത്തിന്റെ ആരാധന, ഒരു വല്ലഭത്വത്തിന്റെ ആരാധന, ഒരു കൃപയുടെ ആരാധനയാ ദൈവത്തിന്റെ പ്രവൃത്തി. ആരാധനയിൽ ജീവൻ വ്യാപരിക്കട്ടെ. ആമേൻ. ആമേൻ. പെന്തക്കോസിന്റെ ബോർഡ് വെച്ച സകല ആരാധനയിലും ജീവന്റെ തുടിപ്പുകൾ അടിയന്തരമായിട്ട് വേണം. അപ്പൊ അതാത് ചില ആൾക്കാരുടെ ശരീരത്തിൽ നല്ല ക്ഷീണമാണ്. ഞാനും ചിലപ്പം ഇത്രയും സർവീസ് ഉണ്ടെങ്കിൽ ചില ആൾക്കാർ നടന്നു വരുന്നത് കാണുമ്പോൾ ഉടകം പറയാൻ എന്താകും എനിക്കും തോന്നാറുണ്ട്. ചിലപ്പോൾ നേരെ അതുപോലെ ക്ഷീണം കൊണ്ടാണ് വരുന്നത്. പക്ഷേ കുറേ കഴിയുമ്പോഴാണ് മട്ടും മാതിരിയെല്ലാം മാറി ആളുകൾ ആ ചെറിയ ശരീരം കൊണ്ട്. പാസ്റ്റർ ജോസിനും എനിക്കറിയാവുന്ന ഞങ്ങളുടെ പഴയ ഒരു ഗ്രാജുവേറ്റ് തേവലക്കരക്കാരന് ഒരു കക്ഷിയുണ്ട്. പേര് പറയണ്ടല്ലേ, എന്നെക്കാൾ ഇദ്ദേഹത്തിന് അറിയാം. പുള്ളിയെ വിളിച്ചുകൊണ്ടിരുന്ന ഒരു പേര് എന്നോട് പറഞ്ഞു. ഞാൻ ചിരിച്ചു. പഴയ കാലത്ത് എല്ലാവരും വിളിക്കും ആ പേര്. ഞാൻ പുള്ളിയുടെ മെലിച്ചിൽ കണ്ടിട്ട് പറഞ്ഞു, എടോ പിന്നെ എന്താ ചുമ്മാ എന്നാ പേര്, അലക്സ് എന്നങ്ങ് പറയാമേ, പേര് വേറെയാ. എടോ അലക്സ്, താൻ രക്ഷപ്പെടുന്നത് എങ്ങനെയാ? കഴിക്കുകയില്ല, കുടിക്കുകയില്ല, ആകെ എങ്ങനെ. പക്ഷെ മാത്യു വൈദ്യനൊക്കെ അറിയാം ഒരു കക്ഷി. അന്നേരം ആ പുള്ളി എന്നോട് പറയും ക്ലാസ്സിലെ, ഞങ്ങൾക്കെല്ലാം ചിരിയായി. സാറേ ഒന്നും പറയണ്ട, ഈ അസ്ഥികളും ജീവിക്കും. പുള്ളി ഒരു പ്രവചനം പോലെ പറഞ്ഞാണ്, ഇന്ന് ജീവൻ കൊണ്ട് പിടിച്ചാൽ കിട്ടുന്നില്ല. ആ കക്ഷിക്ക് ശരീരത്തിൽ അഡീഷണൽ മാംസം ഒന്നും വന്നിട്ടില്ല. ഞാൻ പുള്ളിയുടെ നടത്തി 3 കുഞ്ഞുങ്ങൾ, നല്ല മിടുക്കന്മാർ ആമ്പിള്ളാർ. അയാൾ എൻ്റെ പാസ്റ്റർ ജോസെ ഉപവാസം വർഷത്തിൽ 2, 3, 21 ദിവസം അങ്ങ് ഇരിക്കും. ഇരുന്നാൽ ഈ ചുമ്മാ കമ്പി പോലത്തെ കൈ കൊണ്ട് ആടിച്ച് ഒരുത്തരും അതുപോലെ കൈയടിക്കാൻ പറ്റത്തില്ല. തകർക്കും ജോലിക്കും. അഭിഷേകം കൊണ്ട് മുറുകുമ്പോഴേക്ക് ആള് ആത്മാവിൽ ബലപ്പെട്ട് ദൈവസഭയിൽ നൃത്തം ചവിട്ടി ദൈവത്തെ ആരാധിക്കും. അതാണ് ജീവൻ, അതാണ് ജീവൻ, അതാണ് പെന്തക്കോസ്തിന്റെ ജീവൻ, അതാ ആരാധന ജീവൻ, അതാ വെളിപ്പാടിന്റെ കരുത്ത്. അതിനുവേണ്ടിയാ ദൈവം നമ്മെ വിളിച്ചത്. ഈ വചനം, ഈ സുവിശേഷം ജീവൻ വ്യാപരിക്കുന്ന സുവിശേഷം. ജീവന്റെ കൂടെ വേറൊരു വാക്കുണ്ട്, ജീവനും അക്ഷയത. എന്താണ്? ഇമ്മോർട്ടാലിറ്റി എന്ന് വിളിക്കും. ഇമ്മോർട്ടാലിറ്റി, അക്ഷയത. കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ അറിയാം, 15-ാം അധ്യായത്തിൽ വായിക്കണ്ട. പൗലോസ് മരണത്തെക്കുറിച്ച് പറയുന്നു, പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്നു. ആ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പല വാക്കുകളുണ്ട്. ഒന്ന്, ക്ഷയമുള്ളത് അക്ഷയമായി തീരും, മർത്യമായത് അമർത്യമായി തീരും, ബലഹീനമായത് തേജസ്വിയായിട്ട് മാറും, ലൗകികമായത് സ്വർഗീയമായി മാറും. ആ കാറ്റഗറി ചേഞ്ച് സംഭവിക്കുന്നത് അക്ഷയത ഉണ്ടാകുന്നതുകൊണ്ടാണ്. ഇവിടെ ക്ഷയിച്ച്, ഇവിടെ ഇല്ലാതായി, ഇവിടെ മണ്ണോട് മണ്ണായി വിലയിച്ച് നട്ടീഭവിക്കുന്ന ഈ മൺകൂടാരം കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ, കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ അക്ഷയരായി ഉയർക്കും, തേജസ്സോടെ ഉയർക്കും, മൺമയം മാറും, വിൺമയ ശരീരമായി തീരും. ഗ്ലോറി ടു ഗ്ലോറി, തേജസ് പ്രാപിക്കുന്ന അതേ പ്രതിമയായി രൂപാന്തരപ്പെട്ട ദൈവത്തിന്റെ പൈതൽ തേജസ്സോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സുദിനം വരാൻ പോകുകയാണ്.
അക്ഷയത വ്യാപരിക്കട്ടെ, അക്ഷയത ആത്മാവിൽ തുടിക്കട്ടെ, അതിന്റെ ഓർമ്മയിൽ ദൈവമക്കൾ ബലപ്പെടട്ടെ. ഞാൻ പ്രാപിക്കാൻ പോകുന്നത്, ഞാൻ പുൽകാൻ പോകുന്നത് ഇമ്മോർട്ടാലിറ്റിയാണ്, അക്ഷയതയാണ്. രാത്രി ശ്രോതാവേ, നല്ല മിടുക്കനായ ആൾക്കാരെല്ലാം വാഴ്ത്തി കരുത്തുള്ളവനായി മാറി തെളിയിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമസ്ഥയോട് ഞാൻ പറയാം, നിങ്ങൾക്ക് ദൈവം തന്ന ദാനങ്ങളിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, അസൂയില്ലാത്ത സന്തോഷമേ ഉള്ളൂ. സ്തോത്രം. കഷ്ടപ്പെട്ട് നിങ്ങൾ പണിയെടുക്കുന്നവർ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഗൾഫിലൊക്കെ പോയി അത്യധ്വാനം ചെയ്ത് തലമുറകൾക്ക് വേണ്ടി ഛർദ്ദിച്ചുകൊണ്ട് നിങ്ങൾ മിടുക്കരാണ്. ഐ സല്യൂട്ട് യു. എല്ലാം നല്ല കാര്യമാണ്. നല്ല വീടും നല്ല സംവിധാനവും വില കൂടിയ വാഹനവും എല്ലാം നല്ലത് തന്നെയാണ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഇന്ന് രാത്രി ഒറ്റ ചോദ്യമാണ്, ഈ മൺമയ ശരീരം വിട്ട്, ഈ നല്ല നല്ല ബാലൻസ്ഡ് ഡയറ്റ് വിട്ട്, നല്ല ഫുഡ് കോംപ്ലിമെൻ്റ് വിട്ട്, ഇപ്പോൾ ആൾക്കാർക്ക് കോംപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ടല്ലേ, കോംപ്ലിമെൻ്റ് അല്ല, സപ്ലിമെൻറ്റ്, ഫുഡ് സപ്ലിമെൻറ്റ്സ്. അറിയാവോ? നമുക്കൊക്കെ അറിയാമല്ലോ വൈദ്യനാന്ന് പറഞ്ഞിരുന്നപ്പോൾ നമുക്കറിയാമല്ല. ആളുകൾ ഇന്ന് ഭയങ്കര ഫുഡ് സപ്ലിമെൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക, ഗുളികകളെ. ഞാൻ SAGയുടെ മീറ്റിങ്ങിന് പോകുമ്പോൾ അവിടെ ആന്ധ്രക്കാരൻ നമ്മുടെ ചുമതലക്കാരനുണ്ട്, പുള്ളിയിൽ 5-6 കുപ്പിയുണ്ട്. ഞങ്ങൾ ഒരു റൂമിൽ ഹോട്ടലിൽ താമസിക്കുമ്പോൾ പുള്ളി കുപ്പികൾ തുറക്കും. ഞാൻ ചോദിക്കും, എന്തുവാ തിമത്തി ഭാഷ ഇത്? അപ്പോൾ പുള്ളി പല ശാസ്ത്രം പറഞ്ഞ് ഇത് അടിക്കണം എന്നാലേ ശരിയാകത്തുള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ ഈ അടിക്കാതെയുള്ളൂ, തന്നെക്കാൾ ഉഷാറായി നടക്കുന്നു. അപ്പൊ സപ്ലിമെന്റ്, ഇതൊക്കെ എൻ്റെ പഴയ കപ്പയുടെ കരുത്താ സുഹൃത്തുക്കളെ. അപ്പൊ സപ്ലിമെന്റ് ഒന്നുമില്ല, ചുമ്മാ കഞ്ഞിയും കുടിച്ച് കപ്പയും തിന്ന് നടന്നാലും നമ്മുടെ അകത്ത് ചലനമുണ്ട്. ഇവിടുത്തെ സപ്ലിമെന്റുകാരനില്ലാത്തത് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് അക്ഷയതയുടെ വെളിപ്പാടാണ്. ക്ഷയം മാറ്റുന്ന ദൈവകൃപയുടെ വ്യാപാരമാണ്, ദൈവശക്തിയോടെ. എല്ലാവരും കരമടി, ശക്തമായി കരമടിച്ച് എല്ലാവരും ശക്തമായി കരങ്ങളെ ചേർത്തിട്ട് ദൈവത്തെ ഇന്ന് രാത്രി ആരാധിക്കട്ടെ, ശക്തമായി ആരാധിക്കട്ടെ. യേശുവിന്റെ സുവിശേഷത്തിന്റെ അത്ഭുത പ്രവർത്തിക്കാട്ട് ഇന്ന് രാത്രി എല്ലാവരും ഏൽപ്പിക്കട്ടെ. ഇത് ജീവൻ തുടിക്കുന്ന, ജീവൻ വ്യാപരിക്കുന്ന, അക്ഷയത തുടങ്ങുന്ന നിർമ്മല സുവിശേഷം കുടുംബത്തിനകത്ത്, ശരീരത്തിൽ അവൻ കെട്ടുകൾ പൊട്ടട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, ദുർബലത നീങ്ങട്ടെ, അശക്തി മാറട്ടെ, ശരീരത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ രാത്രി എല്ലാവരും വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണാൻ പോകുക. രോഗത്തിന്റെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ, അന്ധകാര ബന്ധനങ്ങൾ തകരട്ടെ, ദുഷ്ടന്റെ അവകാശവാദങ്ങൾ പൊളിയട്ടെ, കുടുംബങ്ങളെ വല്ലാതെ പിടിച്ചു വെച്ച ഗ്രസിച്ച എല്ലാ ദുഷ്ടപിശാചിന്റെ ശക്തികൾ ഇല്ലാതെ പോകട്ടെ. ശരീരത്തിൽ നിന്ന് രാത്രി ഒരു പുതിയ ശക്തി വ്യാപരിക്കട്ടെ, ഒരു പുതിയ അഭിഷേകം വ്യാപരിക്കട്ടെ, ഒരു പുതിയ കൃപ വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ സുവിശേഷം അത്ഭുതങ്ങൾ ചെയ്യട്ടെ. സമയം എന്തോരം ആയി? ഓക്കെ, ഒരു 10-15 മിനിറ്റും കൂടെ സംസാരിച്ചിട്ട് നമുക്ക് നിർത്താമേ. അപ്പം ഞാൻ ബാക്കിയൊക്കെ സ്കിപ്പ് ചെയ്തിട്ട്, നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? പറയൂ, പറഞ്ഞാട്ടെ. സുവിശേഷം എന്ന സത്യവചനം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സത്യനമസ്കാരം എന്ന വിഷയമാണ്. യോഹന്നാൻ 4-ാം അധ്യായം വായിച്ചേ സഹോദരി. യോഹന്നാൻ 4-ന്റെ എല്ലാം നമുക്ക് വായിക്കണ്ട, എന്നാലും അത്യാവശ്യമായിട്ട് നോക്കേണ്ട ഒരു വചനം, ആ അനുഗ്രഹിക്കപ്പെട്ട യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്ക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നല്ലോ വരുന്നത്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. വണ്ടർഫുൾ. ആ വചനം ശ്രദ്ധിക്കുക. സത്യനമസ്കാരം 3 ആവർത്തനം അവിടെയുണ്ട്. ഒടുവിൽ പറഞ്ഞു നിർത്തുന്നത്, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തുടങ്ങുക ഇവിടെ. കർത്താവ് ഇത് പറയുമ്പോൾ പഴയ നിയമത്തിലെ ആരാധനയോടുള്ള ഒരു കമ്പാരിസൺ നടത്തുകയാണ്. ഓൾഡ് ടെസ്റ്റമെന്റിൽ നടക്കുന്ന നടമാടിയ ആരാധനയെ ഒന്ന് പുതുക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ഒന്ന്
മാറ്റിയെടുക്കാൻ, ഒരു പുതിയ വ്യവസ്ഥിതി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ക്രിസ്തു പറയുകയാണ്, ആ ക്രമങ്ങളെല്ലാം നിർത്തിവെച്ചു, നമ്മളിവിടെ സമാരംഭിക്കുന്നു ആത്മാവിലെ സത്യത്തിൻ്റെ ആരാധന. അക്ഷരത്തിൻ്റെ ആരാധനയല്ല നാം ചെയ്യാൻ പോകുന്നത്, ആത്മാവിൻ്റെ ആരാധനയാണ്. ആ ആരാധനയെ വിളിക്കുന്ന വിളിപ്പേരാണ് സത്യ നമസ്കാരം. കേൾവിക്കാരെ പലരും അറിയേണ്ട അടിയന്തരമായ വിഷയമായത് എനിക്ക് ബോധ്യമുണ്ട്, വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ലെങ്കിലും സത്യ നമസ്കാരം, അതിനുവേണ്ടിയുള്ളൊരു ആവലും ഒരു സന്തോഷവും ഒരു തിരച്ചിലും എല്ലാവർക്കും ദൈവം നൽകട്ടെ പ്രിയരെ. വർഷങ്ങളായി തലമുറകളായി കൈമാറി വരുന്ന ഏർപ്പാടുകളെ ചുമ്മാ ചോദ്യം ചെയ്യാതെ, ഉൾക്കൊണ്ട് കണ്ണുമടച്ച് പോകാതെ സത്യ നമസ്കാരം ബോധ്യപ്പെട്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ എല്ലാവരും തയ്യാറാകണം. ഞാൻ ചിലപ്പോൾ ഓർക്കും, മറ്റെല്ലാ കാര്യത്തിലും ചെറുപ്പക്കാർക്ക് മാറാൻ ഇഷ്ടമാണ്, അറിയില്ലേ? പഴയ രീതിയാണ് ഇപ്പോൾ പിള്ളേരുടെ. ഉടയാടയിൽ മാറ്റം, അല്ലേ? ഭക്ഷണക്രമത്തിൽ മാറ്റം. ഇപ്പം ചോറൊക്കെ പിള്ളേർ കട്ടി തിന്നുന്നതേ ഉള്ളൂ. അവർക്ക് വേണ്ടിയത് ഷവർമ, ഷവായി, അൽഫാം, ന്യൂഡിൽസ്, ഇങ്ങനെ പോകും, യമനി, കുഴിമന്തി, ഇങ്ങനെ അങ്ങ് പോവുകയാണ്. അത് മേടിച്ചു കൊടുത്താൽ പെരുത്ത് സന്തോഷമാണ് കുഞ്ഞുങ്ങൾക്ക്. ഞാൻ വെറുതെ പറയില്ല, കൃത്യമായി സംസാരിക്കുക. പിന്നെ വീട്ടിൽ നമ്മൾ നിർബന്ധം പിടിക്കുന്നതുകൊണ്ട് ചില കഞ്ഞിയും പച്ചക്കറി വല്ല പിള്ളേർക്കും വേണോ ഇപ്പോൾ? എൻ്റെ മോനൊക്കെ പണ്ട് അമ്മയെ പേടിച്ച് ചോറിനകത്ത് പച്ചക്കറി വെച്ച് ഉരുട്ടി ഈ പച്ചക്കറി തൊണ്ടയിൽ തൊടാതെ. പുതിയ കാലഘട്ടത്തിൽ അങ്ങനെയാണ് പിള്ളേരുടെ ഏർപ്പാട്. എല്ലാത്തിനും മാറ്റം നിരന്തരമാണ്. ഇവിടെ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയല്ലേ, എല്ലാം മാറുകയാണ്. ഇപ്പോൾ പാസ്റ്റർ റോബിന് അദ്ദേഹത്തിൻ്റെ കീബോർഡിനകത്ത് സംഗതി എല്ലാം കൂടെ ചെയ്തു വെച്ച് പുള്ളി ഒറ്റ ആൾ മതി, വേണമെങ്കിൽ ഒരു യോഗത്തിന് മൊത്തം പാടിക്കളയും. സാബ് വന്നില്ലേലും പുള്ളി ചിലപ്പോൾ നടത്തിക്കളയും കാര്യങ്ങൾ. കാരണം കീബോർഡിനകത്ത് ഇതെല്ലാം കൂടെ വെച്ചിരിക്കുക. അപ്പോൾ പെർക്കേഷനുണ്ട്, വേറെ ഇപ്പം ഒരു വിഷ്വൽ എല്ലാം കാണാൻ രസമാണ്. 5-8-10 പേര് ഇരുന്ന് 5-6 പേര് കൊട്ടുകയും തട്ടുകയും, സംഭവം എല്ലാം ഒന്ന് തന്നെയാണ്. ഈ ഒരു കീബോർഡ് കൊണ്ട് സംഗതി വേണമെങ്കിൽ നടക്കും. എല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ഇറ്റ്സ് ഈസി. പുതിയ തലമുറ, പുതിയ സംവിധാനങ്ങൾ, ഫോൺ. ഞാനിപ്പോൾ ഇന്ന് പകല് എനിക്ക് അടിയന്തരമായി ചെന്നൈക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുക്കണമായിരുന്നു. എനിക്ക് അങ്ങോട്ട് നോക്കിയാൽ എനിക്ക് നെറ്റും കുറവാണ്, കയ്യും വേണ്ട പോലെ വ്യാപരിക്കത്തില്ല. ഞാൻ എൻ്റെ ഒരു പഴയ സ്റ്റുഡൻ്റ്, ഒരു നല്ല ഭയങ്കര ടെക്നോളജി അറിയാവുന്ന ഒരു പാസ്റ്റർ നമുക്കുണ്ട്, അനുഗ്രഹിക്കപ്പെട്ട ദേവദാസനാണ്. ഞാൻ പറഞ്ഞു, സാമേ എനിക്ക് ഇന്ന് ഉടനെ അവൻ ഐഡിയ എല്ലാം പാസ്വേഡൊക്കെ ഉണ്ടാക്കി. ഇപ്പം ഞാൻ 2 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാനല്ല, ഈ ചെറുപ്പക്കാരൻ്റെ സഹായത്തോടെയാണ്. ഞാൻ പോകുമ്പോൾ നോക്കുമ്പോഴേക്ക് റിസർവേഷനും പോയി, RACയും പോയി, വെയിറ്റിംഗ് ലിസ്റ്റിലേക്കാവും. ഇവനാകുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയാം, പിള്ളേർ എല്ലാം മാറാൻ തയ്യാറാണ്. ആത്മീയ കാര്യത്തിൽ മാത്രം മാറാൻ മനസ്സില്ല. ബാക്കി വഴക്കം ഉണ്ടാക്കി ചൂടായി ഒക്കെ വീട്ടിൽ പറഞ്ഞ് ഒക്കെ മാറും. പപ്പ വണ്ടി മാറണം, അടിയന്തരമായിട്ട് ഇത് ശരിയാകുന്നില്ല, വേറെ പക്ഷേ ആത്മീയ കാര്യത്തിൽ വർഷങ്ങളായി, തലമുറകളായി, നൂറ്റാണ്ടുകളായി കൈമാറി വന്നത് എന്ന വ്യാജം ഒന്നും ചോദ്യം ചെയ്യാതെ കണ്ണുമടച്ച് ചൊല്ലിക്കൂട്ടിയതെല്ലാം പിന്നെ പറഞ്ഞു വെക്കുന്ന ഒരു ഗതികേട് ഈ തലമുറയുടെ ഗതികേടാണ്. അത്രക്കാട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അറിയാതെയും അനുഭവിക്കാതെയും നോക്കാതെയും ധ്യാനിക്കാതെയും പഠിക്കാതെയും മാറ്റം വരുത്താൻ മനസ്സില്ലാതെയും ആത്മീയത്തിൽ മാത്രം ആർക്കാണ്ടും വേണ്ടി എവിടെയെങ്കിലും പോയി കർമ്മം നടത്തി അറ്റൻഡൻസ് വെച്ച് മടങ്ങുന്ന ഏർപ്പാടുകളുടെ ആത്മാവിൽ പറയുക, ചർച്ച് മെമ്പർഷിപ്പ് പോരാ, സമുദായത്തിൻ്റെ ഭാഗമായ പോരാ, മാസവരി കൊടുത്താൽ പോരാ, സപ്പോർട്ട് ചെയ്താൽ പോരാ, ആചാര്യന്മാർ വീട്ടിൽ വിളിച്ചാൽ പോരാ, കർമ്മങ്ങൾ നടത്തി തീർത്താൽ പോരാ. ആരാധന യഥാർത്ഥമായ വചനപ്രകാരമുള്ള സത്യനമസ്കാരമാണോ എന്ന് ബോധ്യപ്പെടണം, നോക്കണം, തീരുമാനിക്കണം. അതിനുവേണ്ടി വില കൊടുക്കാൻ എല്ലാവരും തയ്യാറാകണം. ഇന്ന് രാത്രി സത്യനമസ്കാരികൾ ആവട്ടെ, എൻ്റെ കേൾവിക്കാർ സത്യ നമസ്കാരികളാകട്ടെ. കുഴപ്പമില്ലല്ലേ? മതി വെട്ട, ഇതൊക്കെ മതി മോനെ, ശബ്ദം മതി, വെട്ടമൊന്നും വേണ്ട ഇവിടെ. പോയോ മൊത്തത്തിൽ? പെട്ടെന്ന് വായിച്ചോ സിസ്റ്ററെ, ഉള്ള വെട്ടത്തിൽ ഓടിച്ചു വായിച്ചു. ഇത് എപ്പോഴാണ് പോകുന്നതെന്ന് അറിയത്തില്ല.
4:42 വായിച്ച പെട്ടെന്ന്. 4:42 യോഹന്നാൻ. വചനം കേട്ട് വിശ്വസിച്ചു, ഇനി നിന്റെ വാക്ക് കൊണ്ടല്ല. വാക്യം പിന്നെ വായിക്കാം. ഓൾറൈ, ശ്രദ്ധിച്ചാട്ടെ. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. സത്യനമസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട 5 മണ്ഡലങ്ങൾ ഈ പാസേജിനെ അധികരിച്ച് പറയാനാണ് എനിക്ക് നിയോഗമുള്ളത്. എല്ലാം പറയാതിരിക്കാം. മോനെ, ഈ ഒരു ലൈറ്റ് കൊണ്ട് കാര്യം നടത്തുമെങ്കിൽ യോശുവ വിട്ടേര്, ഇത് മതി. ഓക്കെ, സത്യനമസ്കാരത്തിൻ്റെ ചില പ്രഭാവങ്ങൾ ഞാനത് ഓടിച്ചങ്ങ് പറയാം, എന്നിട്ട് നമ്മൾ നിർത്തുകയാണേ. നമ്പർ 1, അതിർവരമ്പുകളെ അതിലംഘിക്കുന്നതാണ് സത്യനമസ്കാരം. നമ്പർ 2, സ്ഥലകാല ഭേദമില്ലാത്തതാണ് സത്യനമസ്കാരം. നമ്പർ 3, അറിയുന്നവനെ ആരാധിക്കലാണ് സത്യനമസ്കാരം. നമ്പർ 4, ആത്മാവിലെ ആരാധനയാണ് സത്യനമസ്കാരം. ശമരക്കാരി എന്ന് മാത്രം നാം അറിയുന്ന ആ ശരാശരിക്കാരി പാപനിയായ സഹോദരി ഈശോ മിശിഹ അവളോട് സംഭാഷിക്കാനും വേണ്ടി നേരം കണ്ടെത്തി അങ്ങോട്ട് പോയ കാര്യം നിങ്ങൾക്കറിയാം. യഹൂദിയായിലെ ഒരു യഹൂദ പുരുഷൻ തൻ്റെ മകളെ കല്യാണം കഴിച്ച് ഗലീലയിൽ വിട്ടിട്ടുണ്ടെങ്കിൽ, തൻ്റെ പേരൻസ് അവിടെയാണെങ്കിൽ അവരെ കാണാൻ എളുപ്പമായി പോകേണ്ടത് മധ്യഭാഗത്തുള്ള പ്രോവിൻസായ സമേരിയയിലൂടെയാണ്. യഹൂദിയ ഗലീലിയ പ്രോവിൻസിൻ്റെ ഇടയ്ക്കുള്ള പ്രോവിൻസാണ് സമേറിയ. അപ്പോൾ എളുപ്പം അതിലൂടെ പോകാം. കുതിരപ്പുറത്ത് പോകാം, കഴുതപ്പുറത്ത് പോകാം, കോവർ കഴുത ഉപയോഗിക്കാം, നടന്നും പോവാം ഈ പ്രോവിൻസുകൾ താണ്ടി. പക്ഷേ BC 721 നടന്ന ഒരു നടപടിയുടെ ഭാഗമായിട്ട് അസീറിയക്കാർ വന്ന്, അഷൂർ ബാനിപ്പാൽ ഒക്കെ വന്ന് ശമരിയയിൽ വന്ന് ഇവിടുന്ന് കുറേ ആൾക്കാരെ അങ്ങോട്ട് പിടിച്ചുകൊണ്ടും പോയി അവിടുത്തുകാർ കുറേ പേരെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ച് തലമുറകൾ മാറി മിശ്ര വിവാഹം കഴിപ്പിച്ചു. അവസാനം ശമരിയ മിശ്ര വിവാഹസ്ഥരുടെ ഒരു പട്ടണമായിട്ട് മാറി. അതുകൊണ്ട് ശുദ്ധ യഹൂദ രക്തത്തിൻ്റെ അഭിമാനമുള്ള യഹൂദൻ ശമരിയെ വെറുത്തു, അവിടുത്തുകാരെ വെറുത്തു, അവർ ശുദ്ധരല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ ദേശത്ത് കാൽ പോലും വെക്കാതെ യോർദാൻ നദി അങ്ങോട്ട് ഒന്ന് കടന്ന് തിരിച്ചിങ്ങോട്ട് കടന്ന് 3 ഇരട്ടി വഴി നടന്നാണ് ബന്ധുവീട്ടിൽ പോകുന്നത്. കാരണം കാൽ പതിക്കില്ല ശമരിയായിൽ. അത്ര പാരമ്പര്യവാദിയായ ശമരിയക്കാരിലെ ഒരു മാറ്റം കൊടുക്കാൻ വേണ്ടിയാണ് ഈശോ അന്ന് അതുവഴി നടന്നു. ശുദ്ധ യഹൂദനായ ക്രിസ്തു അതിർവരമ്പുകളെ അതിലംഘിച്ച് ആരാധിക്കാൻ വന്നു. അതൊരു കർത്താവ് പല വെളിപ്പാടുകൾ കൊടുക്കുകയാണ്. രാത്രി പ്രിയരെ, മതത്തിൻ്റെ, വർഗത്തിൻ്റെ, ജാതിയുടെ, വർണ്ണത്തിൻ്റെ അതിർവരമ്പുകൾ, മതിൽക്കെട്ടുകൾ, ബാർബഡ് വയേഴ്സ്, ഫെൻസിങ്, ഇവിടെ പല തട്ടിലും മട്ടിലും മനുഷ്യകുലത്തെ ആക്കുന്ന ഒരുപാട് നടപടിക്രമങ്ങളെ ആത്മാവിൽ വെട്ടിമാറ്റിയിട്ട് എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന്, യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു. കരമൂർത്തി ഏറ്റു പറഞ്ഞാട്ട് ഇന്ന് രാത്രി അവൻ ജനത്തെ കർത്താവ് സ്നേഹിക്കുന്നു, എല്ലാവരെയും യേശു സ്നേഹിക്കുന്നു. അതാണ് സുവിശേഷം, അത് മാത്രമാണ് സുവിശേഷം. ആമേൻ. നമ്മുടെ ദൈവസഭകളിൽ എല്ലാ വിഭാഗക്കാരുമുണ്ട്. ക്നാനായ സമുദായത്തിന് പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണെന്ന് എനിക്കറിയാം വർഷങ്ങളായിട്ട്. നല്ല തൈമറവരങ്കര, ചിങ്ങവനം, കലിശ്ശേരി, റാന്നി, പൂത്തൃക്ക, കുറുപ്പന്തറ എല്ലാം എനിക്ക് പരിചയമുണ്ട്. മോനിപ്പള്ളി, ഉഴവൂരും പരിചയമുണ്ട്. അവിടെ എല്ലാം ജ്ഞാനായ കാത്തലിക്സും ജ്ഞാനായ ജാക്കബൈറ്റ്സും ഉണ്ട്. ഫൈൻ ഫൈൻ, നല്ല അഭിമാനം. കർത്താവിൻ്റെ സഭയ്ക്ക് പക്ഷെ അങ്ങനെ നോട്ടമില്ല. ആമേൻ. രക്തത്തിൻ്റെ വിലകളാണ് എല്ലാവരും. ജനിച്ചത് എവിടെയുമാകട്ടെ, പേരൻസ് ആരുമാകട്ടെ, പഴക്കമേതുമാകട്ടെ, അവർക്കെല്ലാം ഇന്ന് രാത്രി ആത്മരക്ഷ വേണം, അവർക്കെല്ലാം ശുദ്ധീകരണം വേണം, അവർക്കെല്ലാം യേശുവിൻ രക്തത്തിൻ്റെ തളിപ്പ് ഇന്ന് രാത്രി വേണം. അങ്ങനെ മതത്തിൻ്റെ മതിൽക്കെട്ടുകളെ അതിലേക്ക് ശമരിയിലേക്ക് തൃക്കാൻ വെച്ച് നടന്നുപോയ ക്രിസ്തുവിനെ ഈ രാത്രി ഞങ്ങൾ ആരാധിക്കുന്നു. അതാണ് ആരാധനാ വെളിപ്പാട്. എന്നിട്ട് ആത്മീയ അട്ടിമറിയുടെ വചനമാണ് നേരത്തെ വായിച്ചു കേട്ടത്. ശമര്യക്കാരത്തി ഗ്രാമത്തിൽ നിന്ന് എല്ലാ ശമര്യക്കാരോടും പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ താളപ്പുഴയെല്ലാം അറിയാവുന്ന, എൻ്റെ പിന്നാമ്പറും അറിയാവുന്ന ഒരുവനെ ഞാൻ കണ്ടു, ചിലപ്പം അവൻ മനുഷ്യനായിരിക്കും.
അപ്പൊ നാട്ടാർ പിന്നീട് പറഞ്ഞ വാചക വായിച്ചത്, ഇനി സ്ത്രീയെ നിന്റെ വാക്കൊന്നും ഞങ്ങൾക്ക് ഇനി നിന്റെ വാക്ക് കൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവ്. ഓ വണ്ടർഫുൾ. ഇപ്പൊ ഞങ്ങൾക്കറിയാം അവനാണ് സാക്ഷാൽ ലോകത്തിന്റെ രക്ഷിതാവ്. കരമൂർത്തി എല്ലാവരും ഏറ്റുപറയട്ടെ, അവനാ രക്ഷകൻ, അവൻ മാത്രമാണ് ലോകത്തിന്റെ രക്ഷിതാവ്. ഞങ്ങൾക്കറിയാം. ആമേൻ. സത്യാരാധന മതിൽക്കെട്ടുകളെ അതിലംഘിക്കുന്നു. സത്യാരാധന അതിർവരമ്പുകളെ പൊളിച്ചെടുക്കുന്നു. സത്യാരാധന വേർതിരിവുകളെ ഇല്ലാതാക്കുന്നു. അതാണ് സത്യാരാധന. ഞാൻ നീട്ടുന്നില്ല. സത്യാരാധന ഒരു പാട്ടൊക്കെ എടുത്തോളൂ സാബു, റോബിനെ. സത്യാരാധന സ്ഥലകാല ഭേദമില്ലാത്ത ആരാധനയാണ്. കാണാൻ പറ്റുന്നുണ്ടോ സിസ്റ്റർ? 20-ാം വാക്യം വായിക്കും. 20-21 പെട്ടെന്ന് അവസാനിപ്പിക്കുക. ജീസസ് 4:20-21. പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു, നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരൂശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് ശമരക്കാരിയുടെ ന്യായമായി ചോദ്യം ഇന്ന് രാത്രി ഉയരുന്നു. ഇവിടെ സത്യാന്വേഷണ മുമ്പാകെ തെളിയുന്നു ഈ വ്യതിരക്തത. ലോകത്തെമ്പാടും ചോദിക്കുന്നു ഈ ചോദ്യം. എന്താണ്? ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധിച്ചു വരുന്നു, പക്ഷെ നിങ്ങൾ പറയുന്നു അത് വേറൊരു മലയാണ്. രണ്ടും രണ്ട് മല. ഒന്നിന്റെ പേര് ഗെരസീം മല, രണ്ടും രണ്ട് മലയാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഈ മലയിലെ പള്ളിയിലാ പോകുന്നത്. നിങ്ങൾ ആ മലയിലെ പള്ളിക്കാരാ. ഏത് പള്ളിയാണ് ശരി? That's a question. ന്യായമായിട്ട് ഈശോ പറയേണ്ടത് ഒന്നെങ്കിൽ ആ മല അല്ലെങ്കിൽ ഈ മല. പക്ഷെ ദൈവത്തിന് അത് വിഷയമില്ലാത്തതുകൊണ്ടാണ് കർത്താവ് അത് പറയാഞ്ഞത്. അങ്ങ് പറഞ്ഞു മലയല്ല വിഷയം, ഇടമല്ല വിഷയം, ആൾക്കൂട്ടമല്ല വിഷയം, അണികളല്ല വിഷയം, ആചാര്യന്മാരല്ല വിഷയം, അമ്പാരി അല്ല വിഷയം, അനുഗമനമല്ല വിഷയം, സത്യ നമസ്കാരമാണ് വിഷയം. കരമൂർത്തി എല്ലാവരും ഏറ്റു പറഞ്ഞാട്ട് സത്യ നമസ്കാരിയാണ് ഇന്ന് രാത്രി ദൈവം അന്വേഷിക്കുന്നത്. പള്ളിയല്ല, പട്ടക്കാരനല്ല, സംവിധാനമല്ല, സന്നാഹമല്ല, നേർച്ചകാഴ്ചയല്ല, അടയാഭരണമല്ല, അലക്തിക ദീപമല്ല. ഇന്ന് രാത്രി കർത്താവ് നോക്കുന്നത് സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുക, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക. സത്യ നമസ്കാരികളെ ഈ രാത്രി കർത്താവ് കാത്തിരിക്കുകയാണ്. വചനം പറയുന്നു, കേൾവിക്കാരാ, സത്യത്തിലേക്ക് ദൈവത്തെ ആരാധിക്കണമെന്ന് ഒരു ചൈതന്യം ദൈവം നൽകട്ടെ, ഒരു നിർബന്ധം ദൈവം നൽകട്ടെ. അവരെ കർത്താവ് ഈ രാത്രി മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യനമസ്കാരം എന്താണ്? മൂന്നാമത് തിരുവെഴുത്തിന്റെ വിശദീകരണം 22-ാം വാക്യം വായിച്ചു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. ഒറ്റ വാക്യം മതിയേ. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു. എന്താണ് സത്യനമസ്കാരം? അറിയാത്തവനെ ആരാധിക്കലല്ല, അറിയുന്നവനെ ആരാധിക്കലാണ്. സമ്പടി കരമൊട്ടി ഒന്ന് സമർപ്പിച്ചാട്ടെ. ഇന്ന് രാത്രി ദൈവസഭയാ ഇതിനകത്ത് വെളിപ്പെട്ട ആരാധന, ഇനി ഉയരാൻ പോകുന്ന ആരാധന. നമ്മുടെ മധ്യ അസമസ്കൊണ്ട് സഭകളും മറ്റ് പല സഭകളും ഇവിടെ ഉണ്ട്. ബോർഡ് ഏതുമാകട്ടെ, ആൾക്കൂട്ടത്തിന് മട്ടുമാതിരിയും എമ്മട്ടിലാകട്ടെ, ശുശ്രൂഷകന്മാരാരുമാകട്ടെ, ഞങ്ങൾ ഒരുമിച്ച് പറയുന്നു സത്യാരാധന. സത്യാരാധന അറിയാത്തവനെ ആരാധിക്കലല്ല, അറിയുന്നവനെ ആരാധിക്കലാണ്, അനുഭവത്തിൽ ആരാധിക്കലാണ്, ആത്മാവിൽ ആരാധിക്കലാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് തെളിയിക്കാൻ സമയമില്ല. ഗലാത്യർ 4:9 ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കുന്നു. അറിയാത്തവനെ അല്ല. ദൈവം യേശുക്രിസ്തു ആരെന്ന് ചോദ്യത്തിന് പഴവങ്ങാടിൽ ഇന്ന് രാത്രി 6 മറുപടികൾ ന്യൂ ടെസ്റ്റ്മെന്റിലുണ്ട്. ഒന്നാമത്തെ മറുപടി എഫേസ്യർ 2:14 അവൻ നമ്മുടെ സമാധാനം. രണ്ടാമത്തെ മറുപടി 1 യോഹന്നാൻ 2:2 അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. മൂന്നാമത്തെ മറുപടി 1 യോഹന്നാൻ 5:20 അവൻ സത്യ ദൈവവും നിത്യജീവനുമാകുന്നു. കരമുത്തി എല്ലാവരും സമർപ്പിച്ചാട്ട്. അങ്ങയെ സത്യദൈവമായവനെ, നിത്യജീവനായവനെ, സമാധാന പ്രഭുവായവനെ, പാപപരിഹാരകനായവനെയാണ് ഇന്ന് രാത്രി എന്റെ കേൾവിക്കാരൻ ആരാധിക്കേണ്ടത്. അതാണ് സത്യാരാധന, അതാണ് സത്യ നമസ്കാരം, അത് മാത്രമാണ് സത്യ നമസ്കാരം. വായിച്ചോണം തെളിവുകൾ. വെളിപ്പാട് 2-3 അധ്യായങ്ങളിൽ 5 അടിസ്ഥാന അറിവുകൾ നമ്മെക്കുറിച്ച് കർത്താവിനുണ്ട്. എന്നെ ആരും ശ്രദ്ധിക്കുക, എൻ്റെ കണ്ണീരാരും കാണുന്നില്ല,
എന്ന് ദുഃഖിക്കുന്ന ആൾക്കാർ കേൾവിക്കാരായിട്ട് എനിക്കുണ്ടോ? അമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരങ്ങളെ, നിന്റെ വേദന ഇന്ന് രാത്രി കർത്താവിനറിയാം. മറ്റാരും നിങ്ങളെ അറിയുന്നുണ്ടാവില്ല. ആ പ്രോബ്ലം യേശു നിങ്ങളെ വ്യക്തമായി അറിയുന്നു, കൃത്യമായി അറിയുന്നു, സമൃദ്ധമായി അറിയുന്നു, സമൂലമായി അറിയുന്നു, വിശദമായി അറിയുന്നു. അങ്ങ് മാത്രമേ അങ്ങനെ അറിയുന്നുള്ളൂ. 5 തെളിവുകൾ. അങ്ങ് നിന്റെ കണ്ണീരറിയുന്നു, നിന്റെ ദാരിദ്ര്യം അറിയുന്നു, നിന്റെ കഷ്ടത അറിയുന്നു, നിന്റെ പാർപ്പിടം അറിയുന്നു, നിന്റെ പ്രവൃത്തി അറിയുന്നു. ആമേൻ. കരപറ്റി എല്ലാവരും സമർപ്പിച്ചാട്ട്. ലോകത്തിൽ മറ്റാരേക്കാൾ നമ്മെ അറിയുന്നവൻ, മറ്റാരേക്കാൾ നമ്മെ അറിയുന്നവൻ. കേൾവിക്കാരാ, സ്നേഹിത, ഈ രാത്രി സങ്കടങ്ങൾ മാറിപ്പോകട്ടെ, ദുഃഖഭാരങ്ങൾ ഇറക്കി വെക്കൂ. ലോകത്തിൽ മറ്റാരെ, ഭർത്താവിനേക്കാൾ, ഭാര്യയേക്കാൾ, കുഞ്ഞുങ്ങളെക്കാൾ നിങ്ങളെ അറിയുന്ന ഒരു കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങ് പറയുന്നു, അറിയുന്നവനെ ആരാധിച്ചാട്ട്, അറിഞ്ഞാരാധിച്ചാട്ട്, അനുഭവത്തിൽ ആരാധിച്ചാട്ട്, അഭിഷേകത്തിൽ ആരാധിച്ചാട്ട്, ആത്മാവിൽ ആരാധിക്കാം, വചനത്തിൽ ആരാധിക്കാം, വെളിപ്പാടിൽ ആരാധിക്കാം. അതാണ് ആരാധന, അതാണ് സത്യ നമസ്കാരം, അതാണ് സുവിശേഷം. എഴുന്നേൽക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരു 5 മിനിറ്റ് ദൈവത്തെ ആരാധിക്കാൻ. പ്ലീസ്, എല്ലാവരും എഴുന്നേറ്റാണ്. ശരീര സൗഖ്യമുള്ളവരെല്ലാം എഴുന്നേറ്റാണ്. അല്ലാത്തവർ ദയവായിട്ടിരിക്കാം, ആരാധന സംബന്ധിക്കാം. ഇരിക്കേണ്ടവർ ഇരിക്കാം, നോ പ്രോബ്ലം. ജീസസ്, 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 ജീസസ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ തട്ടി ശക്തമായിട്ട് എല്ലാവരും പാടിയാണ്. ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലോ നഷ്ടങ്ങൾ വന്നാലോ ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്ടേ. കഷ്ടങ്ങൾ വന്നാലോ നഷ്ടങ്ങൾ വന്നാലോ ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, ആനന്ദദായകം. കർത്താവിൻ കുഞ്ഞുങ്ങൾ അന്ധകാരം ഭൂമിൽ വ്യാപരിച്ചിടുമ്പോ, രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോ. അന്ധകാരം ഭൂമിൽ വ്യാപരിച്ചിടുമ്പോ, രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോ. അഗ്നികുണ്ഡത്തിലോ സിംഹക്കുഴിയിലോ ദാനിയേലിൻ ദൈവമേ കൂട്ടാളിയാണ്. അഗ്നികുണ്ഡത്തിലോ സിംഹക്കുഴിയിലോ ദാനിയേലിൻ ദൈവമേ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകോ. ക്രിസ്തീയ ജീവിതോ സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകോ. ഇത്ര നല്ലിടയേ ഉത്തമ സ്നേഹിത, നിത്യനാം രാജാവ് കൂട്ടാളിയാണ്. ഇത്ര നല്ലിടയേ ഉത്തമ സ്നേഹിത, നിത്യനാം രാജാവ് കൂട്ടാളിയാണ്. എന്തിനി ഭാരങ്ങൾ എന്തിനി ആകുലോ, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടൂ. എന്തിനി ഭാരങ്ങൾ എന്തിനി വ്യാകുലോ, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടൂ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകോ. ക്രിസ്തീയ ജീവിതോ സൗഭാഗ്യ ജീവിതോ, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകോ. മകള ശബ്ദങ്ങൾ കെട്ടിടാൻ നേരമായി, കഷ്ടങ്ങളേറെ പ്രിയനെ കാണാറായി. മകള ശബ്ദങ്ങൾ കെട്ടിടാൻ നേരമായി, കഷ്ടങ്ങളേറെ പ്രിയനെ കാണാറായി. എന്തോ നീ വന്നിടോ, എപ്പോൾ നീ വന്നിടോ, എത്ര നാൾ നോക്കി ഞാൻ വാക്കേണം പ്രിയതേ. എന്തോ നീ വന്നിടോ, എപ്പോൾ നീ വന്നിടോ, എത്ര നാൾ നോക്കി ഞാൻ വാക്കേണം പ്രിയതേ. ക്രിസ്തീയ ജീവിതോ സൗഭാഗ്യ ജീവിതോ, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദ
ലോകീയ ജീവിതോ സൗഭാഗ്യ ജീവിതോ കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകോ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമേ കൂട്ടാളിയാണ്. സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമെന്റെ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതോ സൗഭാഗ്യ ജീവിതോ കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകോ. ക്രിസ്തീയ ജീവിതോ സൗഭാഗ്യ ജീവിതോ കർത്താവിൻ കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി നമ്മെ കേൾപ്പിച്ച ജീവനുള്ള സുവിശേഷം, തേജസ്സുള്ള സുവിശേഷം, അക്ഷയതയുള്ള സുവിശേഷം, സമാധാനം നൽകുന്ന സുവിശേഷം, സത്യനമസ്കാരത്തിലേക്ക് നമ്മെ വഴി നടത്തുന്ന സുവിശേഷം. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താണ്. സുവിശേഷം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ മാത്യുവൈദ്യം പാസ്റ്റർ പ്രാർത്ഥിക്കുകയും പ്രിയ കെജമർ സാർ ആശീർവാദം പറയുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, നല്ല കർത്താവേ, ഈ രാത്രിയുടെ യാമത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ തിരുസാന്നിധ്യവും കൃപയും ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങ് പകർന്നല്ലോ. പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കർത്താവെ, അങ്ങയുടെ അഭിഷിക്ത ദാസനെ അധികാരത്തോടും ശക്തിയോടും അങ്ങയുടെ അരുളപ്പാട് ദേശത്തോട് അറിയിപ്പാൻ തക്കവണ്ണം അങ്ങ് കരങ്ങളിലെടുത്ത
ദൈവകൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കപ്പെട്ട ഓരോ ജീവിതങ്ങളിലും പരിശുദ്ധ ആത്മാവിന്റെ ക്രിയ അധികാരത്തോടെ വെളിപ്പെട്ടു വരേണ്ടതിന് പാപിയെ രക്ഷിക്കുന്ന സുവിശേഷത്തിന്റെ ശക്തി, രോഗിയെ സൗഖ്യമാക്കുന്ന സുവിശേഷത്തിന്റെ ശക്തി, കർത്താവെ ബന്ധനത്തിൽ കിടക്കുന്ന ജീവിതങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന സുവിശേഷത്തിന്റെ ശക്തി, കർത്താവെ നിത്യ മരണത്തിൽ നിന്ന് നിത്യ ജീവനിലേക്ക് അടുപ്പിക്കുന്ന ആ സുവിശേഷത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യക്തികളെ സ്പർശിക്കേണ്ടതിന്, കുടുംബങ്ങളെ സ്പർശിക്കേണ്ടതിന്, തലമുറകളെ സ്പർശിക്കേണ്ടതിന്, ഈ ദേശത്തെ സ്പർശിക്കപ്പെടേണ്ടതിന് ഞങ്ങൾ ആത്മാവിൽ ഇന്ന് രാത്രി ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വചനമയച്ച് വിടിവിച്ചെടുക്കുന്ന ആ ദൈവകൃപയുടെ മഹത്വം ഇന്ന് രാത്രി ചലിക്കപ്പെടട്ടെ. കല്ലായുള്ള ഹൃദയങ്ങൾ ഇന്ന് രാത്രി രൂപപ്പെടട്ടെ. പാപത്തിന്റെ ബന്ധനത്തിൽ കിടക്കുന്ന ഹൃദയങ്ങൾ ഇന്ന് രാത്രി രൂപപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ. കർത്താവേ, സത്യ ആരാധനയ്ക്കായി ജനം വിടുവിക്കപ്പെടേണ്ടതിന് സത്യദൈവമായ അങ്ങയെ ആത്മാവിൽ സത്യത്തിൽ ആരാധിച്ച ദൈവരാജ്യത്തിന്റെ കാഴ്ചപ്പാടോടെ ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടതിന് അനേകരെ കർത്താവ് ഒരുക്കണമേ. കർത്താവ് ഇന്ന് രാത്രി ഹല്ലേലൂയ ജീവിതത്തിൽ എന്തൊക്കെ വിഷയങ്ങളുമായി ദൈവസന്നിധിയിൽ കടന്നു വന്ന ദൈവമക്കളുണ്ടോ അവരുടെ വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് ഈ രാത്രി സ്പർശിക്കണമേ. ഒരത്ഭുതത്തിന്റെ രാത്രിയായി, ഒരു വിടുതലിന്റെ രാത്രിയായി, ഒരു ജയത്തിന്റെ രാത്രിയായി ദൈവകൃപയുടെ വ്യാപാര ശക്തി ഇന്ന് രാത്രിയും യേശുവിന്റെ നാമത്തിൽ ചലിക്കുന്നത് കൊണ്ട് സ്തോത്രം. അങ്ങയുടെ ജനത്തെ അനുഗ്രഹത്തോടെ മടക്കി അയക്കും. കർത്താവ് ഈ ദൈവസഭയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയെ കർത്താവ് മാനിക്കും. കർത്താവിന്റെ അഭിഷിക്ത കുടുംബത്തെ കർത്താവ് ആദരിക്കും. ഇന്ന് രാത്രി വചനം ശുശ്രൂഷിച്ച കർത്താവെ പ്രിയ കർത്താവിന്റെ അഭിഷിക്തനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിന്നെയും ശക്തമായി ഉപയോഗിക്കും. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാൻ പ്രിയപ്പെട്ടവരെ കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുന്നു. അടുത്ത ദിവസങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി അയക്കും. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും. എല്ലാ ബഹുമാനവും എല്ലാ പുകഴ്ചയും എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, വാഴ്വുകൾ, ആശീർവാദങ്ങൾ എവരോടും കൂടി ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ജയന്തൽ കർത്താവിനെ കരമുരുത്തി ഉറക്കെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവാം യേശുവേ വരേണമേ. സ്തോത്രം. എല്ലാവർക്കും സമാധാനത്തോടെ മടങ്ങിപ്പോകാം.